Okay. Fine. So, good evening. So, welcome to Secret Mountain. നമ്മുടെ 10th സെക്ഷനാണ് ഇന്ന് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ? 10ാമത്തെ സെഷനാണ്. സോ ബേസിക്കലി നമ്മുടെ ഫൈനൽ സെഷൻ എന്ന് വേണമെങ്കിൽ പറയാം. 10ാമത്തെ സെഷനാണ്. 10 സെഷൻസ് ആയിട്ട് ഉണ്ടായിരുന്ന കഴിഞ്ഞ 9 ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് ടെക്നിക്സുകൾ ഒരുപാട് കാര്യങ്ങൾ നോക്കി. ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ പ്രാക്ടീസസ് ബേസിക്കലി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിലൂടെ പോയിട്ട് ഏതൊക്കെ ടെക്നിക്ക്, ഇതിനകത്ത് ഇപ്പം ഇന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടില്ല. റാൻഡം ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാതെ ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻസ് റാൻഡം ആയിട്ട് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഓരോ ക്വസ്റ്റ്യൻസും കെയർഫുൾ ആയിട്ട് തന്നെ നിങ്ങൾ വായിക്കുക, നമ്മൾ ഇന്ന് ചെയ്യുന്ന പോലെ തന്നെ. എന്നിട്ട് ഓരോ ടെക്നിക്സ് ഓപ്ഷനിലൂടെ പോവാ, എന്തൊക്കെ ടെക്നിക്സ് ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ നോക്കി ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിനകത്ത് 4th ക്വസ്റ്റ്യൻ ആണ്, മീൻസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വായിക്കാം. ഓക്കെ, വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തംസപ്പ് തരണേ. ക്വസ്റ്റ്യൻസ് വളരെ കെയർഫുൾ ആയിട്ട് വായിക്കാം. എന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്ന് നോക്കാം. വായിച്ചു കഴിഞ്ഞാൽ വായിച്ചെങ്കിൽ ഒന്ന് തംസപ്പ് തരുമോ? ഓക്കെ, ഒരാൾ വായിച്ചു കഴിഞ്ഞു. ഓക്കെ, എല്ലാവരും വായിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും നോക്കിക്കേ. ഫസ്റ്റ് ഇതിനകത്ത് ക്വസ്റ്റ്യനിൽ പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ കറക്റ്റ് ഇൻഫറൻസ് ഓർ ഇൻഫറൻസസ് ഫ്രം ഐസോതെർമൽ മാപ്സ് ഇൻ ദി മന്ത് ഓഫ് ജനുവരി. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം അല്ലെ. ഒന്നാമത്തെ കാര്യങ്ങൾ നമുക്കറിയുന്നത് ഒന്ന് ഐസോതെർമൽ എന്താ എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. ഐസോതെർമൽ എന്താന്നുള്ളത്. തെർമൽ, ഇനി ഐസോതെർമൽ എന്താന്ന് അറിയില്ലെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക ഐസോ തെർമൽ അല്ലെ. അപ്പൊ എന്താണ് ഐസോ? ഒരേപോലെയുള്ള സിമിലർ സാധനത്തിനെ ഒരേ ലൈനിൽ വരയ്ക്കുന്നതിന് ഐസോ എന്ന് വിളിക്കും. തെർമൽ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചൂടാണ്. സോ സിമിലർ ടെമ്പറേച്ചർ ഉള്ള ലൈൻസ് വരയ്ക്കുന്നതിന് നമുക്ക് ഐസോ തെർമൽ എന്ന് വിളിക്കാം. ഒന്നാമത്തെ കാര്യം നമുക്ക് മനസ്സിലായി. രണ്ട്, ഏത് സമയത്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ, സോ ബേസിക്കലി ഐസോ തെർമലിന്റെ കാര്യമാണ് പറയുന്നത്. ഏത് മന്താന്ന് മനസ്സിലായി, ജനുവരി ആണ്. ജനുവരി ആകുമ്പോൾ നമുക്കറിയാം വിന്റർ സോളിസ്റ്റിക്സിനെ പറ്റിയാണ് പറയുന്നത്. സണ്ണ് ബേസിക്കലി എവിടെയായിരിക്കും നമുക്കറിയാം, ഇക്വേറ്റർ. വിന്റർ സോളിസ്റ്റിക്സ് ആകുമ്പോൾ സണ്ണ് ഏകദേശം ഈ ഒരു റീജിയനിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് മനസ്സിലായി. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. ഏത് മാസമാണെന്ന് എടുക്കാൻ പറ്റും, അപ്പൊ ഏത് സീസൺ ആയിരിക്കും നമുക്ക് ആലോചിക്കാം. അതിലുപരി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐസോ തെർമൽ എന്താന്നുള്ള മാപ്പ് അല്ലെ, ഐസോ തെർമൽ എന്താന്നുള്ളതും ആലോചിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യനിൽ നിന്ന് ആലോചിക്കാനുള്ളത്. ഓപ്ഷൻസിൽ നിന്ന് നമുക്കറിയാം, ഓപ്ഷൻസ് ഒരു ട്രഡീഷണൽ ഓപ്ഷനാണ്, നമുക്കൊന്നും ചെയ്യാനില്ല. ഇനി എന്താണ് ഇതിനകത്ത് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഇതിനകത്ത് ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും പ്രോബ്ലംസ് കാണുന്നുണ്ടോ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന് പ്രോബ്ലം കാണുന്നുണ്ട്. അത് നമുക്ക് പ്രോബ്ലം ആയിട്ട് നമുക്ക് അറിയാം എന്നുണ്ടതിന് മുമ്പ്, അതിനു മുന്നേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ഒരു കോൺട്രാഡിക്ഷൻ കാണുന്നുണ്ടോ? സ്റ്റേറ്റ്മെന്റുകൾ തമ്മിൽ എന്തെങ്കിലും കോൺട്രാഡിക്ഷൻ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് തംസപ്പ് തരുമോ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ഒരേപോലെയുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ അതോ കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആണോ? ഒന്നും രണ്ടും കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയുന്നവരൊന്ന് തംസപ്പ് വരുമോ? അതല്ല, രണ്ടും ക്ലബ് ചെയ്യാൻ പറ്റും, രണ്ടും ഒരേപോലെ, രണ്ടിനും കൺസിസ്റ്റൻസി ഉണ്ടോ? നമുക്കത് നോക്കാം. നമുക്ക് എന്താ ഐസോതെർമൽ എന്ന് അറിയില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ പറ്റി ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കാനാണല്ലോ നമ്മൾ പോകുന്നത്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും തമ്മിൽ കൺസിസ്റ്റന്റ് ആണോ, ക്ലബ് ചെയ്യാൻ പറ്റുമോ? രണ്ടുപേര് പറയുന്നു ക്ലബ് ചെയ്യാൻ പറ്റില്ല എന്ന്. ബാക്കിയുള്ളവരോ? ബേസിക്കലി ഇതിനകത്ത് രണ്ട് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്, ഐസോതെർം ഡീവിയേറ്റ് ടു ദ നോർത്ത് ഓവർ ദി ഓഷ്യൻസ് ആൻഡ് ടു ദ സൗത്ത് ഓവർ ദി കോണ്ടിനെന്റ്. ഓക്കെ,
നമ്മളപ്പോൾ ബേസിക്കലി ഇപ്പൊ നമുക്ക് വെറുതെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേണമെങ്കിൽ വെറുതെ ജസ്റ്റ് ഒരു മാപ്പായിട്ട് നമ്മൾ വെറുതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പം അറ്റ്ലാന്റിക് ഓഷ്യന്റെ ഭാഗമാണെന്ന് വിചാരിക്കുക, അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലാൻഡ്, ഓക്കെ, ഇത് സൗത്ത് അമേരിക്ക, ഓക്കെ. ഐസോതെർംസ് ഡീവിയേറ്റ്സ് ഓവർ നോർത്ത്, ഓക്കെ, ഐസോതെർമ് വരികയാണ്, അപ്പൊ ഡീവിയേറ്റ്സ് ഓവർ നോർത്ത് ഓവർ ദി ഓഷ്യൻസ് ആൻഡ് സൗത്ത് ഓവർ ദി കോണ്ടിനെന്റ്, ഓക്കെ. സോ ഇങ്ങനെയാണ് ഐസോതെർംസ് പോകുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുക. ദ പ്രസൻസ് ഓഫ് കോൾഡ് ഓഷ്യൻ കറന്റ്സ്, ഗൾഫ് സ്ട്രീം, നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് മേക്ക് ദ നോർത്തേൺ അറ്റ്ലാന്റിക് കോൾഡർ ആൻഡ് ഐസോതെർംസ് ബെൻഡ് ടുവേർഡ്സ് ദി നോർത്ത് എന്നുള്ളതാണ് ബേസിക്കലി എന്താ ഐസോതെർംസ് ബെൻഡ് കോൾഡർ ആൻഡ് ഐസോതെർംസ് ബെൻഡ് ടുവേർഡ്സ് നോർത്ത് എന്നുള്ളതാണ് പറയുന്നത് അല്ലെ. അതായത് ഒന്ന് പറയുന്നത് എന്താണ്, ഒന്ന് ഐസോതെർംസ് ഇതിൽ ഒരു സ്ഥാനത്ത് എന്ത് ചെയ്യുന്നു, സൗത്തിലേക്ക് ബേസിക്കലി ഓഷ്യൻസിൽ എന്ത് ചെയ്യുന്നു, നോർത്തിലേക്ക് പോകും, മറ്റേതിനകത്ത് എന്ത് ചെയ്യും, സൗത്തിലേക്ക് പോകും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ രണ്ടാമത്തേല് ഇവിടെ കോൾഡ് ആണെന്ന് പറയുന്നു, കോൾഡ് കറന്റ്സ് ആണെന്ന് പറയുന്നു. അത് കോൾഡ് കറന്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇവിടെ ബെൻഡ് ടുവേർഡ്സ് നോർത്ത് ആണെന്ന് പറയുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഐസോതെർംസ് നോർത്തിലേക്ക് പോകും എന്നുള്ളതാണ് പറയുന്നത്. ഇതിനകത്ത് ഓഷ്യന്റെ കാര്യം തന്നെയാണ് പറയുന്നത്, ഓഷ്യനിലും എന്ത് ചെയ്യുന്നു, മേലോട്ട് പോകുന്നത് തന്നെയാണ് പറയുന്നത് അല്ലെ. രണ്ട് സ്റ്റേറ്റ്മെന്റിലും ബേസിക്കലി ഓഷ്യൻ കറന്റ്സ് മേലോട്ട് പോകുന്നത് തന്നെയാണ് ബേസിക്കലി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലും പറയുന്നത്, ഓഷ്യന്റെ മുകളിൽ മേലോട്ട് പോകുന്നതാണ് പറയുന്നത്. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റിലും നോർത്തിലേക്ക് പോകുന്നു എന്നുള്ളതിൽ പ്രശ്നം നമുക്ക് തോന്നേണ്ട കാര്യമില്ല, കാരണം രണ്ട് സ്റ്റേറ്റ്മെന്റും മേലോട്ട് തന്നെയാണ് പോകുന്നത്, ഓക്കെ. അപ്പം ആ രീതിയിൽ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് എന്താ ചെയ്യാൻ പറ്റുക, വേറെ എന്തെങ്കിലും ഇതിനകത്ത് ചെയ്യാൻ പറ്റുമോ നമുക്കിനി ഇതിനകത്ത് വേറെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കേ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് പ്രോപ്പർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത് പ്രസൻസ് ഓഫ് കോൾഡ് ഓഷ്യൻ കറന്റ് ഗൾഫ് സ്ട്രീം ആൻഡ് നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് മേക്ക് ദി നോർത്തേൺ ഓഷ്യൻ കോൾഡർ ആൻഡ് ഐസോതെർംസ് ബെൻഡ് ടുവേർഡ്സ് നോർത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല. എന്താണ് കാര്യം, ഫാക്ച്വൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കോൾഡ് ഓഷ്യൻ കറന്റ്സ് എന്തല്ല, മീൻസ് ഗൾഫ് സ്ട്രീമും നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റും കോൾഡ് ഓഷ്യൻ കറന്റ്സ് ആണോ? രണ്ട് കറന്റ് പറയുന്നുണ്ട്, ഒന്ന് ഗൾഫ് സ്ട്രീം പറയുന്നുണ്ട്, ഒന്ന് നോർത്ത് അറ്റ്ലാന്റിക് പറയുന്നു. രണ്ടും കോൾഡ് ഓഷ്യൻ കറന്റ്സ് എന്നാണ് ഇവിടെ പറയുന്നത്. രണ്ടും എന്തല്ല, കോൾഡ് ഓഷ്യൻ കറന്റ്സ് അല്ല. അപ്പൊ ഫാക്ച്വലി തന്നെ നമ്മൾ വെറുതെ നോക്കുവാണെങ്കിൽ തന്നെ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും നോർത്തിലേക്ക് തന്നെ ബെൻഡ് ചെയ്യുന്നത് തന്നെയാണ് പറയുന്നത്. ഇനി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇനി എന്തുകൊണ്ടായിരിക്കും ഇത് നോർത്തിലേക്ക് ബെൻഡ് ചെയ്യുന്നത്, ബേസിക്കലി നമ്മൾ ഇവിടെ എന്താണ് ഇവിടുത്തെ കോൺസെപ്റ്റ് എന്താണ്, ജോഗ്രഫിയിലെ കോൺസെപ്റ്റ് എന്താണ്, സ്പെസിഫിക് ഹീറ്റിന്റെ കോൺസെപ്റ്റ് ആണ് അല്ലെ. ഹീറ്റ് ആവാൻ വേണ്ടിയിട്ട് വാട്ടർ എന്ത് ചെയ്യും, കൂടുതൽ സമയം എടുക്കും, പക്ഷെ പതുക്കെ എന്ത് ചെയ്യുള്ളൂ, ചൂട് പോവുള്ളൂ. അപ്പൊ ഓട്ടോമാറ്റിക്കലായിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ പെട്ടെന്ന് ലാൻഡ് ഹീറ്റ് ആവും, പെട്ടെന്ന് ലാൻഡ് എന്ത് ചെയ്യും, കൂൾ ആവും. അപ്പൊ ലാൻഡ് എന്ത് ചെയ്യും, ഓഷ്യനിൽ ചൂട് കൂടുതലും ലാൻഡിൽ എന്ത് ചെയ്യും, ചൂട് കുറവുമായിരിക്കും വിന്ററിന്റെ സമയത്ത്, ഓക്കെ. അപ്പൊ അതറിയില്ലെങ്കിൽ തന്നെ എന്താണ് ബേസിക്കലി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ചിരിക്കുന്ന സാധനമാണ് കോൾഡ് ഓഷ്യൻ കറന്റ്സ് എന്ന് വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കോൾഡ് ഓഷ്യൻ കറന്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന് എന്ത് ചെയ്താൽ മതി, എടുത്തു കളഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ബെൻഡ് ചെയ്യുന്നതിനെ പറ്റി കൂടുതൽ നിങ്ങൾ ചിന്തിച്ചിട്ടില്ല എന്നെങ്കിൽ, കാരണം രണ്ട് സ്റ്റേറ്റ്മെന്റും ഒരേ ഡയറക്ഷനിൽ തന്നെ ബെൻഡ് ചെയ്യുന്നു പറയുന്നുണ്ട്. പക്ഷെ രണ്ടാം സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒന്ന് കോൾഡിനെ പറ്റിയും വാമിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ വളരെ ഫേമസ് ആയിട്ടുള്ള കറന്റ് ആണ് നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. അതെങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അറിയാം എന്നുള്ള. നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് ഏത് കറണ്ടാന്ന് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കറണ്ടാണ്, ഓക്കെ. അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നാമത്തേതിലേക്ക് വരാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ, ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കേ. ക്ലിയർ ആയിട്ട് വായിച്ചല്ലോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്, ലയൺസ് ഡു നോട്ട് ഹാവ് എ പർട്ടിക്കുലർ ബ്രീഡിംഗ് സീസൺ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ലയൺ ഡു നോട്ട് ഹാവ് എ പർട്ടിക്കുലർ ബ്രീഡിംഗ് സീസൺ. രണ്ടാം സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അൺലൈക്ക് ദ മോസ്റ്റ് അതർ ബിഗ് കാറ്റ്സ് ചീറ്റാസ് ഡു നോട്ട് റോർ എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള ബിഗ് കാറ്റ്സ് വെച്ചും ചീറ്റാസ് ഡു നോട്ട് റോർ. മൂന്നാം സ്റ്റേറ്റ്മെന്റ് അൺലൈക്ക് മെയിൽ ലയൺസ് മെയിൽ ലെപ്പേർഡ്സ് ഡു നോട്ട് പ്രൊക്ലെയിം ദെയർ ടെറിട്ടറി ബൈ സെന്റ് മാർക്കിംഗ്. അൺലൈക്ക് മെയിൽ ലയൺസ് മെയിൽ ലെപ്പേർഡ് എന്ത് ചെയ്യാറില്ല, ഡു നോട്ട് പ്രൊക്ലെയിം ദെയർ ടെറിട്ടറി ബൈ സെന്റ് മാർക്കിംഗ്. ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1, 2, 3 ഉള്ള അങ്ങനത്തെ ഓപ്ഷൻസ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, അറ്റ്ലീസ്റ്റ് 2 എന്താണ് കറക്റ്റ് ആണ്. ഇതിൽ ഏതൊക്കെ നിങ്ങൾ ശരിയാക്കി എടുക്കും, ഇതിനകത്ത് നിങ്ങൾ എലിമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഏത് എലിമിനേറ്റ് ചെയ്യും? ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്?
ചീറ്റ ഡു നോട്ട് റോർ എന്നുള്ളതാണോ ഏറ്റവും ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുക? ഓക്കെ, നിങ്ങളൊരു ബേസിക് ആയിട്ടുള്ള ഒരു ക്യാറ്റിന്റെയും അല്ലെങ്കിൽ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ജീവികളുടെയൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരു സ്വഭാവം എന്താ? ഇപ്പം കടുവ, ഒരു ബേസിക്കലി നിങ്ങൾ കടുവേനെ പറ്റി ആലോചിക്കുക, അല്ലെ പുലിനെ പറ്റിയൊക്കെ ആലോചിക്കുക. ഇവരൊക്കെ ഒരു ടെറിട്ടറിയിൽ എത്ര പുലികൾ വെച്ചിട്ടുണ്ട്? അപ്പൊ ആൺപുലികളാണ്. മെയിലിനെ പറ്റി ആലോചിക്കുക, അല്ലെ? മെയിലുള്ള മിക്ക ബേസിക്കലി ഇങ്ങനെയുള്ള ജീവികളിലും മെയിൽ ജീവികൾക്ക് ഒരു സ്വഭാവം ഉണ്ട്, അല്ലെ? തീരെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല. ഇപ്പൊ കൊമ്പനാന റെസ്പോൺസിബിലിറ്റി ഇല്ല, അല്ലെ? ലയൺ ബേസിക്കലി മെയിൻ ലയണിൽ വീണ്ടും അറ്റ്ലീസ്റ്റ് എന്താണ് റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് പറയാം. പക്ഷെ ലയണിന്റെ റെസ്പോൺസിബിലിറ്റി മെയിൻ ലയൺ എന്ത് ചെയ്യില്ല, വലിയ പണിയൊന്നും എടുക്കില്ല. മെയിൻ ലൈൻ പൊതുവെ 16 മണിക്കൂർ ഉറക്കമായിരിക്കും, 16-20 മണിക്കൂറോളം ഉറക്കമാണ്. 4 മണിക്കൂർ മെയിൻ ലൈൻ പൊതുവെ എന്ത് ചെയ്യില്ല, ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നുള്ളൂ. കൂടുതലും ഭക്ഷണം കൊണ്ടുവരേണ്ടത് അവിടെ ഫീമെയിൽ ലൈനാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യേണ്ടത്, ഭക്ഷണം കൊണ്ടുവരുന്നത്. ലയണും പൊതുവെ മെയിൽ പണിയെടുക്കാറില്ല. ഓക്കെ, ആകെ ഒരു ഫാമിലി ലൈഫ് കുറച്ചുകൂടി ലീഡ് ചെയ്യുന്ന ലയനാണ്, പക്ഷെ പണിയെടുക്കില്ല നമ്മളെ പോലെ തന്നെ. അടുത്തത് എന്താണ്? ബേസിക്കലി ബാക്കിയുള്ള എല്ലാ ജീവികളും ആലോചിച്ച് നോക്ക്. ബേസിക്കലി എല്ലാ ആണുങ്ങളായ ജീവികളും എങ്ങനെയാണ് പൊതുവെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് പൊതുവെ അവരുടെ ഒരു, അല്ലെ? ലയൺസ് ഒക്കെ എന്താണ് ബേസിക്കലി, ലെപ്പേർഡ്, ഇതൊക്കെ എന്താണ് ആണുങ്ങളാണ് പൊതുവെ എന്ത് ചെയ്യാം, ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. ഇവർ ജീവിക്കുമ്പോൾ ബേസിക്കലി ഇപ്പൊ പട്ടികൾ, ബേസിക്കലി നമുക്ക് തുറന്നു കാണുന്ന പട്ടികളിലേക്ക് ഒന്ന് ആലോചിക്കും. ഈ സെൻ മാർക്കിംഗ് ചെയ്യുന്ന ആരൊക്കെയാണ് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഏറ്റവും ഈസി ആയിട്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞൂടെ? സെൻ മാർക്കിംഗ് ചെയ്യില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഇവര് ഇങ്ങനെയുള്ള എല്ലാ ജീവികളും സെൻ മാർക്കിംഗ് ചെയ്യാനല്ലേ ചാൻസ് കൂടുതൽ, അല്ലേ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലേ ഇതിനകത്ത് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്? ക്ലിയർ അല്ലേ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഒഴിവാക്കി കളയാൻ പറ്റും. കാരണം എന്താണ്, പൊതുവെ എല്ലാ ജീവികളും എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ സെൻ മാർക്കിംഗ് ചെയ്തിട്ടാണ് പൊതുവെ ഇവരൊക്കെ എന്ത് ചെയ്യുന്നത്, ഇവരുടെ ടെറിട്ടറി തിരിക്കുന്നത്. പക്ഷെ അൺലൈക്ക് മോസ്റ്റ് അതർ ബിഗ് കാറ്റ്, ചീറ്റാസ് ഡു നോട്ട് റോർ എന്ന് പറയുന്നത് നമുക്ക് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് തോന്നാം. ഇതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഇവിടെ നമുക്ക് ചെറിയൊരു കോൺസെപ്റ്റിന്റെ ആവശ്യമുണ്ട്. ചീറ്റ എങ്ങനെ ഒച്ച ഉണ്ടാക്കുക? ചീറ്റ ഗർജിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചീറ്റ ഗർജന, അങ്ങനെ ഒച്ച ഉണ്ടാക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പൊ സിംഹമൊക്കെ ഗർജിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ചീറ്റ ഗർജിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ചീറ്റ എങ്ങനെ ഒച്ച ഉണ്ടാക്കുക? ചീറ്റന്റെ സൗണ്ട് എന്താ? ചീറ്റന്റെ സൗണ്ട് ഭയങ്കര സിമ്പിൾ ആണ്. ചീറ്റ എങ്ങനെ ഒച്ച ഉണ്ടാക്കുക? മിയാവ്. പൂച്ചേന്റെ സൗണ്ടാണ് ചീറ്റേന്റെ സൗണ്ട്. നമുക്കതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ചീറ്റ ബേസിക്കലി എന്താണ്, ഇവരൊക്കെ ഒരു ഫാമിലി അല്ലേ? അപ്പം ചീറ്റ സൗണ്ട് ഉണ്ടാക്കുന്നത് റോർ ചെയ്തല്ല സൗണ്ട് ഉണ്ടാക്കുന്നത്. ചീറ്റ മിയാവ് മിയാവ് എന്നുള്ള സൗണ്ടാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്. പൂച്ച മാത്രമല്ല, നമുക്ക് പൂച്ച എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്, പക്ഷെ ഇതെല്ലാം ഒരു ഫാമിലിയിൽപ്പെട്ട ആളുകളാണ്. ബേസിക്കലി ഇവരെ ഈ ചീറ്റേന്റെയും പൂച്ചേന്റെ ഒക്കെ സൗണ്ട് എന്താണ്, സിമിലർ സൗണ്ട് ആണ്. മിയാവ് മിയാവ് എന്നുള്ള ഒച്ചയാണ് ഉണ്ടാക്കുക. അതൊരു ചിലപ്പോൾ കോൺസെപ്റ്റില് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നും, കുറച്ചുകൂടി ശരിയല്ലേ, അല്ലെങ്കിൽ അത് തെറ്റാന്ന് തോന്നും. പക്ഷെ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക്കലി ഒരു കോൺസെപ്റ്റില് ചീറ്റ ആ സമയത്ത് ചീറ്റ റീഇൻട്രൊഡക്ഷന്റെ സമയത്ത് ഒരുപാട് ചീറ്റന്റെ ബേസിക്കലി എന്തുണ്ടായിരുന്നു, ആർട്ടിക്കിളും ആ സമയത്ത് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്ട് ആണ്. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെടുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പം സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം, തേർഡ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് കളയാം. എന്ത് ചെയ്യാം, ഇത് ശരിയായിരിക്കില്ലേ? ഡു നോട്ട് ഹാവ് എ പർട്ടിക്കുലർ ബ്രീഡിംഗ് സീസൺ. ലയണിന് ഒരു പർട്ടിക്കുലർ ബ്രീഡിംഗ് സീസൺ വേണം, ആ സമയത്ത് മാത്രമേ ലയൺ ബ്രീഡ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ലയണിനോട് പറഞ്ഞാൽ ലയണിന് മനസ്സിലാവണമെന്നുണ്ടോ? ഇങ്ങനെയുള്ള ജീവികളല്ലേ ബേസിക്കലി, അവർക്ക് അങ്ങനെ ഒരു പർട്ടിക്കുലർ ബ്രീഡിംഗ് സീസൺ ആയിട്ടുള്ള ജീവികളല്ലല്ലോ. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ആമകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ബ്രീഡിംഗ് സീസൺ ഉണ്ട്. പക്ഷെ ഇതൊക്കെ എന്താണ് ബേസിക്കലി കുറച്ചുകൂടി ഹയർ എൻഡ് ആനിമൽ അല്ലേ? അപ്പൊ അവർക്ക് അങ്ങനെ ഒരു ബ്രീഡിംഗ് സീസൺ ഉണ്ടാവാനുള്ള ചാൻസസ് ഇല്ല. ഒരു മൂഡൊക്കെ വെച്ച് അങ്ങ് ചെയ്യാന്നുള്ളതാണ് ബേസിക്കലി. ഇതിനകത്ത് എന്താണ്, രണ്ടാമത് നോക്കുമ്പോൾ രണ്ടാമത്തേലാണ് നിങ്ങൾക്ക് പൊതുവെ കൂടുതൽ ആളുകൾ എലിമിനേറ്റ് ചെയ്യുക രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ ഇത് ആ സമയത്ത് ഒരു കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. സോ ആ സമയത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആർട്ടിക്കിൾ വന്നിട്ടുള്ള ചീറ്റയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഒരുപാട് വന്നിട്ടുണ്ട്. ശരിക്കും സൗണ്ട് എന്താണ്, ഒരു പൂച്ചേന്റെ സൗണ്ട് ആണ് കേട്ടോ. സോ 3 ബേസിക്കലി. പക്ഷെ അതിലൊരു കോമൺ ആയിട്ടുള്ള സാധനം ബേസിക്കലി സെൻ മാർക്കിംഗ് ഇങ്ങനെയുള്ള എല്ലാ ജീവികളും ചെയ്യുന്നതാണ്. ഇപ്പം എന്തുകൊണ്ട് ലെപ്പേർഡ് ചെയ്യുന്നില്ല, അതിന് നിങ്ങൾ അറിയേണ്ട. ലെപ്പേർഡിനെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം പൊതുവെ ലെപ്പേർഡ് ഇറങ്ങുന്നതൊക്കെ ആയിട്ട് നിങ്ങൾ പലപ്പോഴും ന്യൂസിലൊക്കെ കാണുന്നുണ്ടാവും. അപ്പൊ ആ സമയത്തൊക്കെ ഒരെണ്ണമാണ് ഇറങ്ങുക, 2 ഇറങ്ങുന്നത്. ഒരെണ്ണമല്ലേ ഇറങ്ങുന്നത്, ഒറ്റയ്ക്കായിരിക്കും ഇവരൊക്കെ നടക്കുന്നത്. അപ്പൊ ഇവരുടെ ടെറിട്ടറി ഇവർ മാർക്ക് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവര് ജീവിക്കുന്നത്. ഓക്കെ, സോ ഈ ടെറിട്ടറിയിൽ നിന്ന് ഔട്ട് ആവുമ്പോഴൊക്കെയാണ് ഈ പ്രായമുള്ള ലെപ്പേർഡ് ഒക്കെ നാട്ടിലേക്ക് വരുന്നത്. ഫോർ എക്സാമ്പിൾ ടെറിട്ടറി ക്ലെയിം ചെയ്ത് ഫൈറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതിനൊരു കോമ്പറ്റീഷൻ വരുവാണെങ്കിൽ അതിന് ഫൈറ്റ് ചെയ്യാം. ആ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഔട്ട് ആവുന്നവർ എന്ത് ചെയ്യണം, ആ ടെറിട്ടറി വിട്ടു പോകണം. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് നാട്ടിലേക്കൊക്കെ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് ഇറങ്ങുന്നത്. പിന്നെ ഫുഡ് വേട്ടയാടി പിടിക്കാൻ പറ്റാത്ത സമയങ്ങളിലൊക്കെ. ഓക്കെ, പോട്ടെ. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിക്കേ.
അപ്പൊ മറ്റേതിന് ഉത്തരം 1 and 2 ആയിരിക്കും ഉത്തരം വരിക കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിക്കേ. ഒന്ന് 2 സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്കറിയാം. അപ്പം രണ്ടും ഒന്നിച്ച് തെറ്റാനുള്ള ചാൻസ് എന്തായാലും ഇല്ല. പക്ഷെ ഇതിനകത്ത് തന്നെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലോജിക്കലി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, രണ്ടും ഒന്നിച്ച് തെറ്റാനുള്ള ചാൻസ് എന്തായാലും ഇല്ല. ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഉത്തരം കിട്ടി. ഇനി രണ്ടെണ്ണം ശരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഓപ്ഷനിലേക്ക് ഇമ്മീഡിയറ്റ്ലി എത്താം. പക്ഷെ മറ്റേതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് നിങ്ങൾ നോക്കിയാൽ മതി. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, എല്ലാവരും വായിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ജെയിൻ സ്റ്റാർസ് ലിവ് മച്ച് ലോങ്ങർ ദാൻ ഡാർക്ക് സ്റ്റാർസ്. ജെയിൻ സ്റ്റാർ ലിവ് മച്ച് ലോങ്ങർ ദാൻ ഡാർക്ക് സ്റ്റാർ എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, കമ്പയർഡ് ടു ഡാർക്ക് സ്റ്റാർസ് ജെയിൻ സ്റ്റാർസ് ഹാവ് എ ഗ്രേറ്റർ റേറ്റ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻ. കമ്പയർഡ് ടു ഡാർക്ക് സ്റ്റാർസ് ജെയിൻ സ്റ്റാർ ഹാവ് എ ഗ്രേറ്റർ ന്യൂക്ലിയർ റിയാക്ഷൻ. എന്തെങ്കിലും പ്രോബ്ലംസ് ഇതിനകത്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നവര് ഒന്ന് തംസപ്പ് തന്നെ. ഒരാൾക്ക് കിട്ടി, ഒരു പ്രോബ്ലം കിട്ടി. പിന്നെ വേറൊരാൾക്കും പ്രോബ്ലം കിട്ടുന്നില്ല അല്ലെ? ഇനി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ജെയിൻ സ്റ്റാർ ലിവ് മച്ച് ലോങ്ങർ ദാൻ ദി ഡോർസ്. അതായത് വലിയ ജെയിന്റ് ആയിട്ടുള്ള സ്റ്റാർ എന്ത് ചെയ്യുന്നു? കൂടുതൽ ലൈഫ് എന്ത് ചെയ്യുന്നു? ജീവിക്കുന്നു. കമ്പയർ ടു ഡോർഫ് സ്റ്റാർ എന്ന് പറയുന്നു. ഓക്കെ, നമുക്ക് അറിയില്ല ആരാണ് കൂടുതൽ ജീവിക്കുക എന്നുള്ളത്, നമുക്ക് പ്രോപ്പർ ആയിട്ട് അറിയില്ല അല്ലെ? ഇനി നിങ്ങൾ നോക്കി, കമ്പയർ ടു ഡോർക്ക് സ്റ്റാർസ്, ഡോർക്ക് സ്റ്റാറിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജെയിൻ സ്റ്റാർ ഹാവ് എ ഗ്രേറ്റർ റേറ്റ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻ. അപ്പൊ ന്യൂക്ലിയർ റിയാക്ഷനും ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഉള്ളത് ജെയിൻ സ്റ്റാറിൽ. ചെറുതിൽ എന്താണ്? ന്യൂക്ലിയർ റിയാക്ഷനും കുറവാണ്. രണ്ടും ഒരേപോലെയാണ്. രണ്ടിലും എന്താണ്? ഏറ്റവും വലുത് പറയുന്നത് ജെയിനിലാണ്. കൂടുതൽ കാലം ലൈഫ് സ്പാനും കൂടുതൽ ഇവർക്കാണ്, ന്യൂക്ലിയർ റിയാക്ഷനും കൂടുതൽ ഇവർക്കാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഒരു എക്സ്ട്രാ സ്റ്റേറ്റ്മെന്റ് പറയുന്നു. ഒന്നിൽ എന്താ പറയുന്നത്? ജീവിതത്തിൽ കൂടുതൽ ആര് ജീവിക്കുന്നു എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ രണ്ടാം സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് നോക്കിക്കേ, റേറ്റ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻ കൂടുതലുള്ളത് ജെയിൻ സ്റ്റാറിലാന്ന് പറയുന്നു. രണ്ടാമത്തേൽ എന്തായിരിക്കും? ന്യൂക്ലിയർ റിയാക്ഷൻ കുറവായിരിക്കും. ന്യൂക്ലിയർ റിയാക്ഷൻ കൂടുതലുള്ളതിലാണോ കൂടുതൽ എനർജി കൺസപ്ഷൻ ചെയ്ത് കത്തി തീർന്നു പോവുക, അതോ ന്യൂക്ലിയർ റിയാക്ഷൻ കുറഞ്ഞതാണോ കത്തി തീർന്നു പോവുക? ന്യൂക്ലിയർ റിയാക്ഷനിലൂടെയാണ് ഇവർക്ക് എനർജി, ഗ്രേറ്റർ ന്യൂക്ലിയർ റിയാക്ഷൻ അതിനകത്ത് ഉണ്ടെന്ന് വിചാരിക്കുക. ന്യൂക്ലിയർ റിയാക്ഷനിലൂടെ അതിന് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഗ്രേറ്റർ ന്യൂക്ലിയർ റിയാക്ഷൻ ഉള്ള ഒരു സാധനമാണോ ഏറ്റവും കൂടുതൽ സ്പീഡായിട്ട് കത്തുക, അല്ലെങ്കിൽ അത് വെളിച്ചം ഉണ്ടാക്കുക, അതോ ഗ്രേറ്റർ അല്ലാത്ത, സ്പീഡ് ഇല്ലാത്ത ഒരു സാധനമായിട്ടാണോ? ഏതായിരിക്കും കൂടുതൽ സമയം കത്തുക? ടൈം, ലോങ്ങർ ടൈം. ഫോർ എക്സാമ്പിൾ, ചെറിയ മെഴുകുതിരിയാണോ വലിയ മെഴുകുതിരിയാണോ ഏറ്റവും കൂടുതൽ വെളിച്ചം തരിക? ചെറിയൊരു 50 പൈസേന്റെ മെഴുകുതിരിയാണോ 2 രൂപന്റെക്കും 5 രൂപന്റെക്കും ഇത്ര വലിയ കട്ടിയുള്ള മെഴുകുതിരിയാണോ കൂടുതൽ വെളിച്ചം തരിക? ലാർജ് മെഴുകുതിരി. എന്തുകൊണ്ടായിരിക്കും ലാർജ് മെഴുകുതിരി കൂടുതൽ വെളിച്ചം തരാൻ കാരണം? കൂടുതൽ ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള, അല്ലെ, അല്ലെങ്കിൽ അതിനകത്ത് എനർജി കൺസപ്ഷൻ, അതിനകത്ത് കൂടുതൽ എന്ത് ചെയ്യുന്നത്? പെട്ടെന്ന് ആ മെഴുകിനെ വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ആർക്ക് കൂടുതലുണ്ട്? അത് കത്തി വരാനുള്ള സാധനത്തിന് കൂടുതൽ കപ്പാസിറ്റി വലിയ മെഴുകുതിരിക്കുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കത്തുന്നതാണോ ഏറ്റവും ആദ്യം ചത്തുപോവുക, ഏറ്റവും കുറവ് കത്തുന്നതാണോ ഏറ്റവും ആദ്യം ചത്തുപോവുക? ന്യൂക്ലിയർ റിയാക്ഷൻ അല്ലേ, ലാർജ് അല്ലേ? സോ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് നമ്മൾ നോക്കുകയാണെന്നല്ലേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്, അല്ലെ സോറി, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ജെയിൻ സ്റ്റാറിനാണ് ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ റിയാക്ഷൻ ഉള്ളത് എന്നാണ് പറയുന്നത്. ഇനി നിങ്ങളൊന്ന് ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ഇത് കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ് അല്ലേ രണ്ടും? ഒന്ന് പറയുന്നു ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ റിയാക്ഷൻ ജെയിൻ സ്റ്റാറും, ഏറ്റവും കൂടുതൽ ജീവിക്കുന്നതും ന്യൂക്ലിയർ എന്താണ് ജെയിൻ സ്റ്റാറും. രണ്ടും കോൺട്രാഡിക്ടറി അല്ലേ? രണ്ടും ഒന്നിച്ചു പോകാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇതിലേതോ ഒന്ന് തെറ്റാന്ന് നമുക്ക് മനസ്സിലായി അന്നേരം. കാരണം രണ്ടും ഒന്നിച്ചു പോകാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ റിയാക്ഷനും ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാനും ഒരേ സാധനം എങ്ങനെ സംഭവിക്കും? ന്യൂക്ലിയർ റിയാക്ഷൻ കൂടുമ്പോൾ ലൈഫ് സ്പാൻ കുറയും, ന്യൂക്ലിയർ റിയാക്ഷൻ കുറയുമ്പോൾ ലൈഫ് സ്പാൻ സ്വാഭാവികമായിട്ടും കൂടാൻ ചാൻസ് ഉണ്ട്. ഇനി ജെയിൻ സ്റ്റാറിൽ നമുക്ക് ആകെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ നമുക്കൊന്നും ചെയ്യാനില്ല, നമുക്ക് അറിയില്ല. പക്ഷെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ന്യൂക്ലിയർ റിയാക്ഷൻ കൂടുതൽ ജെയിൻ സ്റ്റാറിലാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അത് അങ്ങനെ ശരിയാക്കി എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെ വിചാരിക്കും, നമുക്ക് അത് ശരിയാണെന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ പോലും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാവാൻ ചാൻസ് ഉണ്ടോ? കാരണം രണ്ടാം സ്റ്റേറ്റ്മെന്റ് ഒന്നാം സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല, നമുക്കൊരു ഇൻഫർമേഷനും അറിയില്ല.
പക്ഷെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. 2 സ്റ്റാർ ഉണ്ട്, അതിന്റെ ന്യൂക്ലിയർ റിയാക്ഷനെ പറ്റി പറയുന്നുണ്ട്, എനർജിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ കൂടുതൽ എന്താണ് എനർജി ജെയിൻ സ്റ്റാർ എന്ത് ചെയ്യും, കൂടുതൽ സമയം അല്ലെങ്കിൽ പെട്ടെന്ന് കത്തും. അപ്പൊ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് കത്തിത്തീരും അല്ലെ. നിങ്ങൾ ഒരു പേപ്പർ കത്തിക്കുന്നതാണോ പെട്ടെന്ന് കത്തുക, വലിയ തീ വരിക, അത് ഒരുപാട് പേപ്പറുകൾ കൂട്ടിയിട്ട് കത്തുമ്പോൾ എന്ത് ചെയ്യും, വലിയ തീ വരും. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്യും, കത്തിത്തീരുകയും ചെയ്യും. മറ്റേ പേപ്പർ കുറച്ചൊരു പതുക്കെയായിരിക്കും കത്തിത്തീരുക. ഓക്കെ, അപ്പം അതേപോലെ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഈ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും, തെറ്റായിരിക്കും. ന്യൂക്ലിയർ റിയാക്ഷൻ കൂടുതൽ പോസിബിലിറ്റി ഉണ്ട് അല്ലെ, ജെയിൻ സ്റ്റാറിനായിരിക്കും. ഇത് ലോജിക്കലി ആലോചിച്ച് നോക്കിയാൽ ജെയിൻ സ്റ്റാറിന് ന്യൂക്ലിയർ റിയാക്ഷൻ കൂടുതൽ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഇല്ല, വലുതല്ലേ. അപ്പൊ കൂടുതൽ ന്യൂക്ലിയർ റിയാക്ഷൻ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ അങ്ങനെ ലൈഫ് ടൈം എന്ത് ചെയ്യാൻ ചാൻസ് ഇല്ല, പോസിബിലിറ്റി ഇല്ല. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണെന്നിലേക്ക് വരാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പൊ ഓരോ വേർഡിൽ എന്ത് ചെയ്യണം, ഓരോ സാധനത്തിലുള്ള ഓരോ വേർഡിലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത വേർഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ബേസിക്കലി അതിന് കൂടുതലുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് പോകണം. അവിടെ സ്റ്റെക്കായി പോയിട്ട് അടുത്തടുത്ത സ്റ്റേറ്റ്മെന്റിൽ പോയിട്ട് എന്താണ് അതിനകത്ത് ചിന്തിക്കാനുള്ളത് എന്നുള്ള ഓരോ വേർഡും അണ്ടർലൈൻ ചെയ്ത് ആ വേർഡിനെ പറ്റി ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം എന്ത് ചെയ്യും, കിട്ടും. അടുത്ത സ്റ്റേറ്റ്മെന്റ്, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് വൺ ഓഫ് ദ, ഇതൊന്ന് വായിച്ചു നോക്കിക്കേ, ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. Which one of the following statement, question ഇതാണ് അല്ലെ, which one of the following statement best describe the term social cost of carbon? ഒന്നും നമുക്ക് കിട്ടാനില്ല, ആകെ ഇത് മാത്രമേ ഉള്ളൂ. സോഷ്യൽ കോസ്റ്റും ഉണ്ട്, കാർബണും ഉണ്ട്. സോഷ്യൽ കോസ്റ്റ് ഓഫ് കാർബൺ, ഇതാണ് ചോദ്യം. ഇതിൽ നിന്ന് നമുക്ക് 2 കീവേഡ് ഉള്ളു, ഒന്ന് കാർബൺ, 2 സോഷ്യൽ കോസ്റ്റ്. സോഷ്യൽ കോസ്റ്റ് ആയിരിക്കണം, കാർബണും ആയിരിക്കണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ 4 സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്. ഏതൊക്കെയാ 4 സ്റ്റേറ്റ്മെന്റ്? ഓപ്ഷൻ എ, ഓക്കെ, കാർബൺ ഇറ്റ് ഈസ് എ മെഷർ ഇൻ മോണിറ്ററി വാല്യൂ. ഇവിടെ ഒരു ടേം കൂടി ഉണ്ട് കേട്ടോ, ഇറ്റ് ഈസ് എ മെഷർ ഇൻ മോണിറ്ററി വാല്യൂ. മോണിറ്ററി വാല്യൂയിലേക്ക് ഇതിനെ മാറ്റാൻ പറ്റും. ദാറ്റ് മീൻസ് പൈസ രൂപത്തിലേക്ക്, മോണിറ്ററി വാല്യൂയിലേക്ക് അതിനെ, ഇറ്റ് ഈസ് എ മെഷർ, അപ്പൊ ഇതൊരു മെഷർ ചെയ്യുന്ന ഒരു സ്കെയിലാണിത് അല്ലെ. ഇത്രയും കാര്യം നമുക്ക് ഇതിനകത്ത് കിട്ടി. സോഷ്യൽ ക്യാപിറ്റൽ ഒരു കാർബൺ ആണ്, ഇറ്റ് ഈസ് എ മെഷർ ഇൻ മോണിറ്ററി വാല്യൂ, ദാറ്റ് മീൻസ് ഇറ്റ്സ് എ സ്കെയിൽ. ഇതെന്തോ അളക്കാനുള്ള സംഭവമാണ്. ഇത് അളന്നു കഴിഞ്ഞിട്ട് ഇതിന് എന്തിലേക്ക് മാറ്റാൻ പറ്റും, മോണിറ്ററി വാല്യൂയിലേക്ക് മാറ്റാനും പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കിട്ടി. ഇനി ഓപ്ഷൻ എ പറയുന്ന ലോങ് ടൈം ഡാമേജ് ഡൺ ബൈ എ ടൺ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് ഇൻ എ ഗിവൺ ഇയർ. ബി പറയുന്നത് റിക്വയർമെന്റ് ഓഫ് ഫോസിൽ ഫ്യൂവൽ ഫോർ എ കൺട്രി ടു പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടു ഇറ്റ്സ് സിറ്റിസൺ ബേസ്ഡ് ഓൺ ദി ബേണിംഗ് ഓഫ് ദോസ് ഫ്യൂവൽസ്. Requirement of fossil fuels for a country to provide goods and service to its citizens based on the burning of those fuels. C, efforts put in by any climate refugee to adapt to live in a new place. D പറയുന്നത് contribution of an individual person to the carbon footprint on the planet Earth. Okay, ഇതിൽ ആദ്യം നിങ്ങൾ ഏത് എലിമിനേറ്റ് ചെയ്യും? ഏറ്റവും ആദ്യം നിങ്ങൾ ഏതായിരിക്കും എലിമിനേറ്റ് ചെയ്യാം? ബി എലിമിനേറ്റ് ചെയ്യുന്നു പറയുന്നു അല്ലെ. വേറെ ആരെങ്കിലും, ബാക്കിയുള്ളവരോ? ബി എലിമിനേറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഇനി വേറെ ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാം? ഡി എലിമിനേറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്, കോൺട്രിബ്യൂഷൻ ഓഫ് എ പേഴ്സൺ ടു കാർബൺ ഫുട് പ്രിന്റ് ഓൺ ദ പ്ലാനറ്റ്. ബാക്കിയുള്ളവര്? എ എലിമിനേറ്റ് ചെയ്യാന്ന് ഒരാൾ പറയുന്നുണ്ട്, ഗൗതം. ഓക്കെ, എ. പിന്നെ എല്ലാരും എ ആണ് ആദ്യം എലിമിനേറ്റ് ചെയ്യുന്നത് അല്ലെ. ഡി എലിമിനേറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് എ എലിമിനേറ്റ് ചെയ്യാൻ വന്നവർ എന്തുകൊണ്ടാണ് ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റിനെ ഉപയോഗിച്ച് എ ഒഴിവാക്കിയതെന്ന് പറഞ്ഞേ. എന്തുകൊണ്ടാണ് നിങ്ങൾ എ എടുത്തത്? മോണിറ്ററി വാല്യൂ. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നോക്കിയേ, നിങ്ങൾ ബി അല്ലേ, ബി നോക്കിക്കേ. The requirement of fossil fuel for a country to provide goods and services to its citizens based on the burning of those fuels എന്നാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. സോഷ്യൽ കോസ്റ്റ് എന്നാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ വേർഡ് ശ്രദ്ധിച്ചോ, സോഷ്യൽ കോസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോണിറ്ററി വാല്യൂ എന്ന് പറയുന്നത് അതിനെ പൈസയാക്കുക, അല്ലെ മോണിറ്ററി വാല്യൂ ചെയ്യാൻ പറ്റുന്നേ പറയുന്നുള്ളൂ. അതിന്റെ അർത്ഥം അത് എക്കണോമിക്സ് ആണെന്നല്ല, സോഷ്യൽ കോസ്റ്റ് തന്നെയാണ്. പക്ഷെ സോഷ്യൽ കോസ്റ്റ് ആണോ ബി പറയുന്നത്? ബി പറയുന്നത് ശരിക്കും എക്കണോമിക്കൽ കോസ്റ്റ് അല്ലേ.
റിക്വയർമെന്റ് ഓഫ് ഫോസിൽ ഫ്യൂൽ ഫോർ കൺട്രി ടു പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടു ഇറ്റ് സിറ്റിസൺ. എത്ര പെട്രോളും ഡീസലും വേണം, ഇപ്പൊ ഫോസിൽ ഫ്യൂൽ ആയിട്ട് നമ്മൾ എടുക്കുക, എത്ര പെട്രോളും ഡീസലും വേണം നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ബി പറയുന്നത്. ബി ആണ് ഇതിനകത്ത് ഏറ്റവും വേഴ്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ആദ്യം എലിമിനേറ്റ് ചെയ്യേണ്ടത് ബി ആണ്. കാരണം സോഷ്യൽ കോസ്റ്റ് ഓഫ് കാർബണിനെ പറ്റി പറയുന്നു, പക്ഷെ ഇവിടെ എന്താണ് പറയുന്നത്? എക്കണോമിക്കൽ കോസ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എത്ര പെട്രോൾ വേണം, ഡീസൽ വേണം എന്നാണ് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. അതെന്ത് ചെയ്യണം? ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്യണം. അങ്ങനെ ബി എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പിന്നെ ഏത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും? നിങ്ങൾ സി ഓപ്ഷൻ എന്താ ശ്രദ്ധിക്കാത്തത്? സി നോക്കിക്കേ, ഒരു വളരെ വലിയൊരു കോൺസെപ്റ്റില് ഇറ്റ് ഈസ് എഫോർട്ട് ടു പുട്ട് ഇൻ ബൈ എ ക്ലൈമറ്റ് റെഫ്യൂജി ടു അഡാപ്റ്റ് ഇൻ എ ലിവ് ഇൻ എ ന്യൂ പ്ലേസ് എന്ന് പറയുന്ന ഭയങ്കര എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് അല്ലേ? അതിനകത്ത് ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ക്ലൈമറ്റ് ചേഞ്ച് കാരണം റെഫ്യൂജീസ് വേറൊരു സ്ഥലത്ത് പോകണം, ആ സ്ഥലത്ത് പോയിട്ട് ലിവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തിന്റെ കോസ്റ്റ് ആണെന്ന് അത് പറയുന്നത്. അതിനർത്ഥം എന്താണ്? ക്ലൈമറ്റ് റെഫ്യൂജീസിനെ അല്ലെങ്കിൽ അവർ ആ ട്രാൻസ്ഫറിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് തടയാൻ വേണ്ടി നമ്മളൊന്നും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. വീണ്ടും എന്താണ്? ഫോസിൽ ഫ്യൂല് നമ്മൾ ചെലവാക്കുകയും വേണമെന്നാണ് അതിന്റെ അർത്ഥം. ഭയങ്കര എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ് സി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. എഫോർട്ട് ടു പുട്ട് ഇൻ ബൈ എ ക്ലൈമറ്റ് റെഫ്യൂജി ടു അഡാപ്റ്റ് ടു ലിവ് ഇൻ എ ന്യൂ പ്ലേസ്. ഓപ്ഷൻ സി ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്തൂടെ? വളരെ സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തുകൊണ്ട് റെഫ്യൂജീസിനെ മാത്രം നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? സോഷ്യൽ ക്യാപിറ്റൽ ഓഫ് സോഷ്യൽ കോസ്റ്റ് ഓഫ് കാർബൺ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കോസ്റ്റ്, സോഷ്യൽ സൈഡിന്റെ ഒരു കോസ്റ്റ് മാത്രമേ അതിനകത്ത് കണക്കാക്കുന്നുള്ളൂ. പക്ഷേ റെഫ്യൂജീനെ മാത്രം നോക്കിയിട്ട് അങ്ങനെ സോഷ്യൽ കോസ്റ്റ് കണക്കാക്കേണ്ട കാര്യമുണ്ടോ? അത്രയും നമ്മൾ റെഫ്യൂജിക്ക്, അതും ക്ലൈമറ്റ് റെഫ്യൂജിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ ഇപ്പത്തെ ഒരു പ്രസന്റ് ഡെവലപ്മെന്റില്? ഇല്ല. സി ഒഴിവാക്കാം. കോൺട്രിബ്യൂഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ പേഴ്സൺ ടു ദ കാർബൺ ഫുട് പ്രിന്റ് ഓൺ ദി പ്ലാനറ്റ് എർത്ത്. നിങ്ങൾ ഓരോരുത്തരും എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡി, കോൺട്രിബ്യൂഷൻ ഓഫ് ഇൻഡിവിജ്വൽ പേഴ്സൺ ടു കാർബൺ ഫുട് പ്രിന്റ് ഓൺ ദി പ്ലാനറ്റ് എർത്ത്. ഓരോ ഇൻഡിവിജ്വൽസും എത്ര പേര് കാർബൺ ഫുട് പ്രിന്റ് കോസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എഗെയിൻ പ്രോബ്ലം അല്ലേ? long-term damage done by a ton of carbon dioxide emission in a given year. Long-term damage done by a ton of carbon dioxide emission in a given year. എത്രത്തോളം ഡാമേജ് കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ബേസിക്കലി ഓപ്ഷൻ എ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓപ്ഷൻ എ ആയിരിക്കും എന്ത് ചെയ്യുക, ആൻസർ ആയി വരിക. ക്ലിയർ ആണോ? ബാക്കിയുള്ളവര് ഇപ്പൊ ക്ലിയർ അല്ലാത്തവരൊന്ന് തംസപ്പ് തന്നെ. എല്ലാരും ക്ലിയർ ആണ്? ഓക്കെ, ഇവിടെ എന്താണ് സോഷ്യൽ കോസ്റ്റ് ഓഫ് കാർബൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോഷ്യൽ ഓഫ് കാർബൺ ആണ്, ഇതൊരു മെഷർ ആണ് എന്ന് മനസ്സിലാക്കാം. ബാക്കി എന്താണ് സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്? എന്താണ്? മൊത്തം സൊസൈറ്റിക്ക് സംഭവിക്കുന്ന കോസ്റ്റ് അല്ലേ? ഇവിടെ ബാക്കി ഇത് രണ്ടും നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇത് വളരെ സ്പെസിഫിക് ആണ്. റെഫ്യൂജീസിനെ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. സൊസൈറ്റിന്റെ കോസ്റ്റ് അല്ല സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ആ സൊസൈറ്റിക്ക് ഉണ്ടാവുന്ന കോസ്റ്റ്. അപ്പം ഇതെന്തായാലും വളരെ സ്പെസിഫിക് ആയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് എക്കണോമിക് കോസ്റ്റ് ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എക്കണോമിക്കലി എത്ര ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിപ്പം നമുക്ക് ഒരു സോഷ്യൽ കോസ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അത് നോക്കി ഗുഡ്സ് ആൻഡ് സർവീസസ് കൊടുക്കാൻ വേണ്ടി എത്ര വേണമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കാം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, ഓരോ ഇൻഡിവിജ്വൽസും എത്ര കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുന്നു എന്നുള്ളത് പറയുന്നത്. അവിടെ ഡാമേജിനെ പറ്റി ഫുട് പ്രിന്റ് ആണ് പറയുന്നത്. എത്ര പേര് എമിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. പക്ഷേ എത്ര അതിൽ നഷ്ടം സംഭവിക്കുന്നു അല്ലെങ്കിൽ അതിന് വരുന്ന ചെലവ്, കോസ്റ്റ് എന്ന് പറഞ്ഞ ടേം കണ്ടോ? ആ കോസ്റ്റ് എത്ര വരുന്നു എന്നുള്ളതും അതിൽ ടോട്ടൽ ഡാമേജ് എത്ര വരുന്നു എന്നുള്ളതും ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു മെഷർ ഏതാണ്? ഇതാണ്. മെഷർമെന്റും ആണ്. ടൺ ഓഫ് കാർബൺ, ഒരു ടൺ ഓഫ് കാർബണിൽ എത്ര എമിഷൻ വരുന്നു. സോ ഇറ്റ് ഈസ് എ മെഷർമെന്റ്. വേറെ എവിടെയെങ്കിലും മെഷർമെന്റിനെ കൃത്യമായിട്ട് പറയുന്നുണ്ടോ നോക്കിക്കേ. ഇതിനകത്ത് കൃത്യമായി മെഷർ ചെയ്യാനുള്ള സ്കെയിൽ വരെ പറയുന്നുണ്ട്. ഒരു ടൺ ഓഫ് കാർബണിൽ എത്ര ഡാമേജ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, എ പറയുന്നത്. ഓക്കെ, എ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കൃത്യം അതിന്റെ എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ. ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കേ, ക്ലിയർ ആയിട്ടൊന്ന് വായിച്ചു നോക്കിക്കേ. എല്ലാ ക്വസ്റ്റ്യനും കുറച്ച് ഡിഫിക്കൽട്ട് സൈഡിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന്. ഇവിടെയും എ ബി സി ഡി ആണ് ഉത്തരം. അപ്പൊ എന്തായാലും ഓഡ് വൺ ആയിരിക്കും ഉത്തരം. എക്കണോമിക്സ് ആണ് ചോദ്യം. അപ്പൊ അതിന്റെ പോസിബിലിറ്റീസിനെ പറ്റി ആലോചിക്കാം.
ക്വസ്റ്റ്യൻ എന്താണ്? വിത്ത് റെഫറൻസ് ടു ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇന്ത്യ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ഇറ്റ്സ് മേജർ ക്യാരക്ടറിസ്റ്റിക്സ്? FDI യുടെ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ആണല്ലോ ചോദിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ഫസ്റ്റ് ഓപ്ഷൻ എ എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ത്രൂ ക്യാപിറ്റൽ ഇൻസ്ട്രുമെന്റ്സ് എസെൻഷ്യലി ഇൻ എ ലിസ്റ്റഡ് കമ്പനി. ഓപ്ഷൻ ബി എന്താണ്? ഇറ്റ് ഈസ് എ ലാർജ്ലി നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ ഫ്ലോ. മൂന്നാമത് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് വിത്ത് ഇൻവോൾവ്സ് ഡെപ്റ്റ് സർവീസിംഗ്. ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് വിച്ച് ഇൻവോൾവ്സ് ഡെപ്റ്റ് സർവീസിംഗ്. ഓക്കെ. 4 പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇൻ ദി ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്നുള്ളതാണ്. ഇതിൽ ആദ്യം നിങ്ങൾക്ക് ഏത് ഒഴിവാക്കാം? ഏത് ഓപ്ഷൻ നിങ്ങൾ ആദ്യം ഒഴിവാക്കും? എ ഒഴിവാക്കാന്ന് പറയുന്നു. അതല്ലാതെ അതിലും എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റുകൾ ഇതിനകത്തുണ്ട്. സർ, ബി എം സിയില് കോൺട്രാഡിക്ടറി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഡെപ്റ്റും നോൺ ഡെപ്റ്റും. അങ്ങനെ നോക്കാം. ബിയും സിയും കോൺട്രാഡിക്ടറി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ട്രൂ അല്ലേ? ബിയിൽ എന്താ പറയുന്നത്? ബി എന്ന് പറയുന്നത് നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ ഫ്ലോ എന്ന് പറയുന്നു. സി എന്താ പറയുന്നത്? ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ ഫ്ലോ. ഒന്നെങ്കിൽ രണ്ടും ക്യാപിറ്റലാണ്, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, രണ്ടും ക്യാപിറ്റൽ ആണെന്ന് നമുക്കറിയാം. അതിൽ ഒന്ന് പറയുന്നു ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണെന്നും മറ്റേത് പറയുന്നു നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണെന്നും പറയുന്നു. രണ്ടും ഇൻവെസ്റ്റ്മെന്റ് ആകുമ്പോൾ എന്തായാലും ക്യാപിറ്റൽ ആയിരിക്കുമല്ലോ. അപ്പൊ ഒന്ന് ഡെപ്റ്റ് ക്രിയേറ്റിംഗും ഒന്ന് നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗും. സ്വാഭാവികമായിട്ടും ആൻസർ ഏതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും? ബിഒ സിഒ ആയിരിക്കും ആൻസർ. നിങ്ങൾക്ക് കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആണ്, രണ്ടും ഒരേ നേച്ചറുള്ള സാധനമാണ് പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ആണ്. സ്വാഭാവികമായിട്ടും ബിനെയും സിനെയും മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയും എലിമിനേറ്റ് ചെയ്യാം, ഡിയും ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിലും FDI എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഇവിടെ FPI എന്ന് പറയുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാനും നമുക്ക് വേണമെങ്കിൽ ഇതിനൊന്ന് സംശയിച്ചു വെക്കാം. അതും ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതെന്തായിരിക്കില്ല? FDI ആയിരിക്കില്ല, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്നാണ് പറയുന്നത്. സെക്യൂരിറ്റീസിൽ ഗവൺമെന്റ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് എന്തായാലും ഗവൺമെന്റിന്റെ ഷെയർ കിട്ടാൻ പോകുന്നില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് എ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എബൌട്ട് 10% ഇൻ എ പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ പോലും ഇത് ശരിയായനെ. പക്ഷെ ഇവിടെ ഗവൺമെന്റ് സെക്യൂരിറ്റി ആകുമ്പോൾ ഗവൺമെന്റിന്റെ ഷെയർ കൊടുക്കാൻ പറ്റില്ലല്ലോ. മനസ്സിലായോ? ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ് ഡി ഒഴിവാക്കി കൂടെ? ഡി ഒഴിവാക്കാം എന്ന് പറയുന്നവരൊന്ന് തംസപ്പ് വരുമോ? എവിടെ പോയി എല്ലാരും? ഓക്കെ, ഡി ഒഴിവാക്കാം. എ ഒഴിവാക്കാൻ പറ്റുമോ? ബിയും സിയോടെ മാറ്റി വെക്കുക. എ ഒഴിവാക്കാൻ പറ്റുമോ? എ ഒഴിവാക്കാൻ പറ്റും. ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ത്രൂ ക്യാപിറ്റൽ ഇൻസ്ട്രുമെന്റ് എസെൻഷ്യലി ഇൻ എ ലിസ്റ്റഡ് കമ്പനി. വളരെ സ്പെസിഫിക് ആണ്. ലിസ്റ്റഡ് കമ്പനിയിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ബേസിക്കലി നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരും? ഫോർ എക്സാമ്പിൾ ആലോചിച്ച് നോക്കിക്കേ, ഇപ്പൊ സ്റ്റാർട്ടപ്പിൽ എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് വരും? ഓക്കെ, ഇപ്പൊ ഫ്ലിപ്കാർട്ട് FDI വന്നിരുന്നു, പക്ഷെ അന്നേരം ലിസ്റ്റഡ് കമ്പനി അല്ല. ലിസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനീസ് അല്ലേ? അപ്പൊ അതും ബേസിക്കലി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒഴിവാക്കിക്കൂടെ? എ ഒഴിവാക്കാം. ഇനി അതൊന്നും അറിയില്ലെങ്കിലും രണ്ടും ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പറയുന്നു, രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇവിടെ കോൺട്രാഡിക്ടറി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഉത്തരം. ഇനി ഇതിൽ ഏതായിരിക്കും ഉത്തരം? ബി ആണോ സി ആണോ? ബി പറയുന്നവർ എത്ര പേര്? സി പറയുന്നവർ എത്ര പേര്? കമന്റ് ചെയ്തേ. ബാക്കിയുള്ളവർക്കൊക്കെ ഏതാ ഉത്തരം? സി ആണോ? സി പറയുന്നവരൊന്ന് തംസപ്പ് തന്നെ. ഇല്ല. ബി പറയുന്നവരോ? ഓക്കെ, ബി ആണ് ബേസിക്കലി എന്ത് ചെയ്യുക ഉത്തരം വരിക. കാരണം എന്താണ്? നോൺ ഡെപ്റ്റ്. നമുക്കറിയാം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെ? ഇൻവെസ്റ്റ്മെന്റ് ആകുമ്പോൾ അത് ഡെപ്റ്റ് ആയിരിക്കില്ലല്ലോ. ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഡെപ്റ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യില്ല, വരില്ല. ഇത് രണ്ടും കോൺട്രാഡിക്ടറി ആണ്. അതേപോലെ തന്നെ എന്താണ് ഇവിടെ ഡെപ്റ്റ് എന്ന് പറയുന്നു, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നു, രണ്ടും കോൺട്രാഡിക്ടറി ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സീൻ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ ബിയിലേക്ക് വന്നൂടെ? ബി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് പറയുന്നവരും തംസപ്പ് വരുമോ? ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ.
The money multiplier in an economy increase with which one of the following? ABCD ആണ്. അപ്പൊ എന്തൊക്കെ ക്ലബ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ കോൺട്രാഡിക്ടറി ഉണ്ട്, ഒരേപോലെയുള്ള നേച്ചർ ഉണ്ടോ എന്നൊക്കെ നോക്കി വെക്കാം. ഓഡ് വൺ ഉണ്ടോ നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എ പറയുന്നത് ഇൻക്രീസ് ഇൻ ക്യാഷ് റിസർവ് റേഷ്യോ. ഇൻക്രീസ് ഇൻ ദ ബാങ്കിങ് ഹാബിറ്റ് ഓഫ് പോപ്പുലേഷൻ. ഓപ്ഷൻ ബി. ഓപ്ഷൻ സി ഇൻക്രീസ് ഇൻ ദി സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. SLR. ഇൻക്രീസ് ഇൻ ദ പോപ്പുലേഷൻ ഓഫ് ദ കൺട്രി. ഇൻക്രീസ് ഇൻ ദ പോപ്പുലേഷൻ ഓഫ് കൺട്രി. ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, ഈ 4 ഓപ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലബ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാ? ക്യാഷ് റിസർവ് റേഷ്യോ, SLR. എയും സിയും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ക്ലബ് ചെയ്യാം. എല്ലാം ഒരേപോലെ അല്ലേ? SLRും CRRും ഒരേ നേച്ചർ അല്ലേ? അപ്പൊ SLRും ക്ലബ് ചെയ്യുന്നു, CRR ഒരേ ഡയറക്ഷനുമാണ്. സ്വാഭാവികമായിട്ടും എയും ആൻസർ ആവില്ല, സിയും ആൻസർ ആവില്ല. കാരണം 2 ഉത്തരം എന്തായാലും ഉണ്ടാവില്ല. ഇനി 2 ഓപ്ഷനാണ്. ഒന്ന് ഇൻക്രീസ് ഇൻ ദ പോപ്പുലേഷൻ. ഒരു സ്ഥലത്ത് പോപ്പുലേഷൻ കൂടുന്നു, ഒരു സ്ഥലത്ത് ബാങ്കിങ് ഹാബിറ്റ് കൂടുന്നു. രണ്ടും പോപ്പുലേഷനെ പറ്റിയാ പറയുന്നത്. ഒന്ന് കുറെ മനുഷ്യന്മാരുണ്ടാവുന്നു, ഒന്ന് ആളുകൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ ബാങ്കിങ് ഹാബിറ്റ് തുടങ്ങുന്നു. ഏതായിരിക്കും ഉത്തരം? ബി ആയിരിക്കും, ഡി ആയിരിക്കും? ഇത് പോകുമ്പോൾ തന്നെ ഇതിനകത്ത് നമുക്ക് സെൻസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനിലേക്ക് എത്തും അല്ലേ? ബി അല്ലേ? എല്ലാവരും ബി അല്ലേ? കാരണം എന്താണ്? പോപ്പുലേഷൻ കൂടി ആരും ബാങ്കിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ മണി എന്ത് ചെയ്യില്ല, മൾട്ടിപ്ലയർ ചെയ്യില്ല. പോപ്പുലേഷൻ കൂടുന്നതുകൊണ്ട് മാത്രം ഒരിക്കലും എന്ത് ചെയ്യില്ല, ബാങ്കിങ് അല്ലെങ്കിൽ മണി മൾട്ടിപ്ലയർ നടക്കില്ല. ബാങ്കിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ബാങ്കിങ് ഹാബിറ്റ് കൂടുമ്പോൾ മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെ? നിങ്ങൾ പൈസ സേവിംഗ് ബാങ്കിൽ ഇടുന്നു, വേറൊരാൾ അത് ലോൺ എടുക്കുന്നു, അതെന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു, മണി മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നു. ഓക്കെ, സോ ഓട്ടോമാറ്റിക്കലി ബി ആയിരിക്കും ആൻസർ. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയാൽ. കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഓപ്ഷൻസ് ഒക്കെ നോക്കിയല്ലോ, 1, 2, 3, 4 എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ എന്തായാലും ഇതിനകത്തില്ല. അപ്പൊ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരെണ്ണം തെറ്റും എന്ന് നമുക്കറിയാം. പക്ഷെ 4 സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്. ഞാൻ വായിക്കാൻ വേണ്ടി കുറച്ച് വലുതാക്കാം, എന്നിട്ട് ഓപ്ഷൻ കാണിക്കാം. ഓക്കെ, സമയം എടുത്ത് വായിക്കാം. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ ഇത്? ഓക്കെ ഓക്കെ. വായിച്ചു കഴിഞ്ഞാൽ ഒന്ന് തംസപ്പ് വരും. ഒന്ന് വായിച്ചെല്ലാം കഴിഞ്ഞു. ഓപ്ഷൻസ് കാണിച്ചു തരണോ? ഇനി ഓപ്ഷൻസ് കൂടി നോക്കിക്കോ. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് വായിക്കാം. ക്വസ്റ്റ്യൻ പറയുന്നത്, ഹൗ ഈസ് പെർമാകൾച്ചർ ഫാമിംഗ് ഡിഫറെന്റ് ഫ്രം ദി കൺവെൻഷണൽ കെമിക്കൽ ഫാമിംഗ് എന്നുള്ളതാണ് ചോദ്യം. പെർമാകൾച്ചറൽ ഫാമിംഗ്, ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ, പെർമാകൾച്ചറൽ ഫാമിംഗ് എന്ന് പറയുന്ന ഫാമിങ്ങും കൺവെൻഷണൽ കെമിക്കൽ ഫാമിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, എ പെർമാകൾച്ചർ ഫാമിംഗ് ഡിസ്കറേജ് മോണോകൾച്ചറൽ പ്രാക്ടീസസ് ബട്ട് ഇൻ കൺവെൻഷണൽ കെമിക്കൽ ഫാമിംഗ് മോണോകൾച്ചർ പ്രാക്ടീസ് ആർ പ്രീഡോമിനന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, conventional chemical farming can cause increase in soil salinity, but in an occurrence of such phenomena is not observed in permacultural farming. Conventional chemical farming is easily possible in semi-arid regions, but permacultural farming is not so easily possible in such region. Fourth statement, a practice of mulching is very important in permacultural farming, but not necessarily so in conventional farming. Okay, 4 സ്റ്റേറ്റ്മെന്റുകളാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ സ്റ്റേറ്റ്മെന്റുകളാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ കിട്ടി, എന്തൊക്കെ ബേസിക്കലി ഫസ്റ്റ് നിങ്ങൾ എന്താ നോക്കേണ്ടത്? വാട്ട് ഈസ് ദ ബേസിക് ഐഡിയ ഓഫ് ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ? 2 ഫാമിംഗ് മെക്കാനിസം പറഞ്ഞിട്ടുണ്ട് അല്ലെ? ക്ലിയർ അല്ലേ? ഏതൊക്കെയാണ്? കൺവെൻഷണൽ കെമിക്കൽ ഫാമിങ്ങും പെർമാകൾച്ചർ ഫാമിങ്ങും. ഇതില് പഴയ മെത്തേഡ് ഏതായിരിക്കും, പുതിയ മെത്തേഡ് ഏതായിരിക്കും? മീൻസ് ഔട്ട്ഡേറ്റഡ് അല്ലെങ്കിൽ പഴയ പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഏതായിരിക്കും, പുതിയ മെത്തേഡ്? 2 മെത്തേഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പുതിയത് ഏത്, പഴയത് ഏത്?
ഇതിൽ ഏതായിരിക്കും പുതിയത്, ഏതായിരിക്കും പഴയത്? അതറിയാൻ അതിനകത്ത് ഓപ്ഷനിൽ തന്നെ, ആ ക്വസ്റ്റിനിൽ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് അല്ലെ, കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ് കൺവെൻഷണൽ? കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിരമായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, സ്വാഭാവികമായിട്ടും പണ്ട് മുതലേ ഉപയോഗിക്കുന്ന, കൺവെൻഷണൽ എല്ലാവരും ഉപയോഗിക്കുന്ന, കാലങ്ങളായിട്ട് നമ്മളിങ്ങനെ കൊണ്ടുവരുന്ന അല്ലെ. കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ? വർഷങ്ങളായിട്ട് നമ്മൾ കീപ്പ് ചെയ്ത് വരുന്ന. സോ ഓട്ടോമാറ്റിക്കലി കൺവെൻഷണൽ കെമിക്കൽ ഫാമിംഗ് ഓൾഡ് ആണ്. അങ്ങനെയാണെങ്കിൽ പെർമ എന്തായിരിക്കും? കമ്പയർ ടു കൺവെൻഷണൽ ന്യൂ ആണ്. ഇനി നമ്മുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഒരു ടെക്നോളജി വരുമ്പം പുതിയ ടെക്നോളജിനെക്കാട്ട്, പഴയ ടെക്നോളജിനെക്കാട്ട് പുതിയ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിരിക്കും, നേരെ റിവേഴ്സ്ഡ് ആയിരിക്കും? പുതിയ ടെക്നോളജി എന്തായിരിക്കും? ബെറ്റർ ആയിരിക്കില്ലേ? അപ്പം പുതിയ ടെക്നോളജി ആയിരിക്കും ബെറ്റർ ആയി വരിക, പഴയ ടെക്നോളജി ബാഡ് ആയിരിക്കും. ഇനി ഒന്ന് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയാൽ, പെർമാകൾച്ചർ ഫാമിംഗ് ഡിസ്കറേജ് മോണോകൾച്ചറൽ പ്രാക്ടീസ് ബട്ട് ഇൻ കൺവെൻഷണൽ കെമിക്കൽ ഫാമിംഗ് മോണോകൾച്ചർ പ്രാക്ടീസസ് ആർ പ്രീഡൊമിനന്റ് എന്നാണ് പറയുന്നത് അല്ലെ, അഡ്വാൻസ്ഡ് ആണെന്ന് പറഞ്ഞു. യെസ്. അപ്പൊ പെർമാകൾച്ചർ ഫാമിംഗ് എന്ത് ചെയ്യുന്നു? ഡിസ്കറേജ് മോണോ കൾച്ചറൽ പ്രാക്ടീസസും, മറ്റേത് എന്ത് ചെയ്യുന്നു? മോണോ കൾച്ചറൽ പ്രാക്ടീസസ് കൂടുതലാണെന്ന് പറയുന്നു. മോണോ കൾച്ചർ പ്രാക്ടീസസ് കൂടുതൽ, ഇത് കുറവ്. ഏത് ഇതിനകത്ത് നല്ല സ്റ്റേറ്റ്മെന്റ്? ഇതാണോ നല്ലത്? ഫസ്റ്റ് പറയുന്നതാണോ? ഇതാണോ നല്ലത്? ഇതാണോ നല്ലത്? പോസിറ്റീവ് അല്ലേ? മോണോകൾച്ചർ കുറയ്ക്കുന്നതല്ലേ നല്ലത്? ക്ലിയർ അല്ലേ? തംസപ്പ് ഒരു അത് മനസ്സിലായെങ്കിൽ. കാരണം മോണോകൾച്ചർ പറഞ്ഞാൽ ഒരേ സാധനമല്ലേ, ഒരേ സാധനം ഒരേ കുറെ സ്ഥലത്ത് ചെയ്യുന്നു. അപ്പൊ മോണോകൾച്ചർ ഡിസ്കറേജ് ചെയ്യണം. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു ടെക്നോളജി വരുമ്പോൾ ബെറ്റർ ആയി വരുന്നു. നമുക്ക് ശരിയാക്കി നോക്കാം. കൺവെൻഷണൽ കെമിക്കൽ ഫാമിംഗ് ക്യാൻ കോസ് ഇൻക്രീസിംഗ് സോയിൽ salinity but the occurrence of the such phenomena is not observed in the permaculture farming. അത് കൺവെൻഷണൽ ഫാമിംഗിൽ സോയിൽ സൈലൈനിറ്റി കൂട്ടും എന്നാണ് പറയുന്നത്. ഇതിൽ അങ്ങനെ കാണുന്നില്ല. സോയിൽ സൈലൈനിറ്റി കൂടുന്നതായിട്ട് എന്ത് ചെയ്യുന്നില്ല? സോയിൽ സൈലൈനിറ്റി കൂടുന്നതായിട്ട് എന്ത് ചെയ്യുന്നില്ല? പറയുന്നില്ല. ഓക്കെ. എഗെയിൻ, ബെറ്റർ ടെക്നോളജി സൈലൈനിറ്റി കൂടുന്നതാണോ കുറയ്ക്കുന്നതാണോ? കുറയ്ക്കുന്നതല്ലേ. സൈലൈനിറ്റി കൂടുന്നത് മോശമല്ലേ? ശരി. അപ്പൊ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉത്തരം കിട്ടും കേട്ടോ. 3ഉം 4ഉം വായിക്കേണ്ട പോലും ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അപ്പൊ തന്നെ ഉത്തരം കിട്ടി. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, കൺവെൻഷണൽ കെമിക്കൽ ഫാമിംഗ് ഈസ് ഈസിലി പോസിബിൾ ഇൻ സെമി അറൈഡ് റീജൻ ബട്ട് പെർമാകൾച്ചർ ഫാമിംഗ് ഈസ് നോട്ട് ഈസിലി പോസിബിൾ ഇൻ സച്ച് റീജൻ. അതൊരു ടെക്നോളജിയാണ്. കൺവെൻഷണൽ ഫാമിംഗ് എവിടെ പറ്റും? സെമി അറൈഡ് റീജനിൽ അടിപൊളിയാണ്, ഈസിയാണ്, ഭയങ്കര ഈസിയാണ്. പക്ഷെ ഇവിടെ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. സെമി അറൈഡ് റീജൻ ആണ്, ഡിഫിക്കൽട്ട് ആണ്. പുതിയ ടെക്നോളജി വരുമ്പം ഡിഫിക്കൽട്ട് ആക്കുവോ അത് ഈസി ആക്കുവോ? പുതിയ ടെക്നോളജിയാണ്. അപ്പം സെമി അറൈഡ് റീജിയനിൽ കൺവെൻഷൻ ഫാമിങ്ങിനെക്കാട്ടും എന്ത് ചെയ്യണം? ബെറ്റർ ആയിരിക്കണം, ഈസി ആക്കുക വേണ്ടത്. നേരെ തിരിഞ്ഞാ വരേണ്ടത്. തെറ്റി. പ്രാക്ടീസ് ഓഫ് മൾച്ചിങ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ പെർമാകൾച്ചർ ഫാമിംഗ് ബട്ട് നോട്ട് നെസസറിലി ഡു ഇൻ കൺവെൻഷണൽ ഫാമിംഗ്. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും അറിഞ്ഞാലും ഇനി അതൊന്നും നോക്കിയില്ലെങ്കിലും 3ഉം നിങ്ങൾക്ക് തെറ്റിച്ചെടുക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എന്തായാലും എത്താൻ പറ്റും. മനസ്സിലായോ? 3 നിങ്ങൾക്ക് ഓൾറെഡി തെറ്റാന്ന് മനസ്സിലായി. 1ഉം 2ഉം ശരിയാണെന്ന് മനസ്സിലായി തന്നെ ഉത്തരം കിട്ടും. 3 തെറ്റാന്ന് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് പോയി 4 ഒറ്റയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യാണ്ട് വരും? എടുക്കേണ്ടി വരും. പക്ഷെ അതിനകത്ത് ഒരു കമ്പാരിസൺ ഒക്കെ, മുകളിൽ കമ്പാരിസൺ ഒക്കെ വേണ്ടാന്ന് വെക്കേണ്ടി വരും. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും 4 എന്താണ്? ബേസിക്കലി എന്തായാലും 1 to 4 നിങ്ങൾക്ക് ആൻസറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എത്താൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ. മൾച്ചിങ് എന്താന്ന് നിങ്ങൾക്ക് അറിയോ? അറിഞ്ഞില്ലെങ്കിൽ ഉത്തരം ശരിയാക്കാൻ പറ്റും. മൾച്ചിങ് എന്താണെന്ന് അറിയോ? ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ അല്ലെ മൾച്ചിങ്? അറിയില്ല. ഓക്കെ. ഓക്കെ. മൾച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒന്നുമില്ല. എന്ത് ചെയ്യുന്നു? കത്തിക്കാന്നുള്ളതല്ലേ സാർ? അത് സ്ലാഷ് ആൻഡ് ബേൺ അല്ല. മൾച്ചിങ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്? കത്തിക്കുന്നത്. ഒരു കൾട്ടിവേഷൻ കഴിഞ്ഞ ശേഷം വേസ്റ്റ് ആയിട്ടുള്ള ലാൻഡ്സ് പിന്നെ യൂട്ടിലൈസ് ചെയ്യാതിരിക്കുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? കത്തിക്കുന്നത് നല്ലതാണോ മോശമാണോ? മോശമാണ്. മോശമാണ്. അപ്പൊ അതെങ്ങനെയാണ്? ടെക്നോളജി തെറ്റിപ്പോയില്ലേ? ടെക്നോളജി ആകുമ്പോൾ അത് കത്തിക്കാൻ പാടില്ലല്ലോ. മനസ്സിലായോ? മൾച്ചിങ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. മൾച്ചിങ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിന്റെ മുകളിൽ കൃഷി ചെയ്യുന്നതിന് മുന്നേ ചപ്പും ചവറൊക്കെ മേടിച്ചിട്ട് എന്ത് ചെയ്യും? ഒരു ലെയർ ഉണ്ടാക്കി വെക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ? കൃഷി ചെയ്തിട്ട് കുറെ ഇലകളൊക്കെ കൂട്ടി ഇങ്ങനെ ഇട്ടേക്ക് കണ്ടില്ലേ? അപ്പൊ സോയിൽ മോയ്സ്ചർ പെട്ടെന്ന് പോവില്ല, സോയിൽ ഒലിച്ചു പോവില്ല, പെട്ടെന്ന് സോയിലിന് ഡയറക്റ്റ് അറ്റാക്ക് ഒന്നും സംഭവിക്കില്ല. സോയിലിനെ എന്ത് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്ത് നിർത്തും. മൾച്ചിങ് ഈസ് ജസ്റ്റ് ഇങ്ങനെ ഒരു ലെയർ ഓഫ് ചപ്പ് ചവറുകൾ, വെറുതെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറെ ചപ്പ് ചവറുകൾ വെച്ച് ഇങ്ങനെ ഒരു ലെയർ ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ആസ് മൾച്ചിങ്. സോ അതല്ലാതെ തന്നെ അറിയേണ്ട ഒരു വേർഡാണ്. ബേസിക്കലി അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഉത്തരം ശരിയാക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ. വെറുതെ ചപ്പ് ചവറ് ഇടുക എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ?
പിന്നെ കത്തിക്കാന്നൊന്നും എനിക്ക് ചിന്തിക്കരുത്, കാരണം അങ്ങനെ ആകുമ്പോൾ ഇത് നെഗറ്റീവ് ടേമായി പോകും കേട്ടോ. അങ്ങനെയാണെങ്കിൽ അതിന്റെ കൂടെ വരില്ല, അത് പോസിറ്റീവ് ആയതുകൊണ്ടേ. ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ. ട്രൈക്ലോസൻ എന്ന് പറയുന്നൊരു സാധനം. ക്വസ്റ്റ്യൻ: ട്രൈക്ലോസൻ കൺസിഡർ ഹാർംഫുൾ വെൻ എക്സ്പോസ് ടു ഹൈ ലെവൽ ഫോർ എ ലോങ് ടൈം. ക്ലിയർ ആയില്ലേ? കഴിഞ്ഞു അല്ലേ? ക്വസ്റ്റ്യൻ എന്താണ്? ട്രൈക്ലോസൻ കൺസിഡർ ഹാർംഫുൾ വെൻ എക്സ്പോസ് ടു ഹൈ ലെവൽ ഫോർ എ ലോങ് ടൈം ഈസ് മോസ്റ്റ് ലൈക്ലി പ്രസന്റ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഹൈലി എക്സ്പോസ്ഡ് ആണ്, ഹാർംഫുൾ ആണ്. ചോദ്യത്തിൽ എന്താ കിട്ടി? ട്രൈക്ലോസൻ എന്ന് പറഞ്ഞ വേർഡ് കിട്ടി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലായൊരു തംസപ്പ് വരുമോ? ഭാഗ്യം. ആർക്കും മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. കൺസിഡർ ആസ് എ ഹാർംഫുൾ വെൻ എക്സ്പോസ് ടു ഹൈ ലെവൽ, നെഗറ്റീവ് ആണ്. ഹൈ ലെവൽ ലോങ് ടൈമിലേക്ക് ഇത് എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രശ്നമായിരിക്കും. മോസ്റ്റ് ലൈക്ലി പ്രസന്റ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്നുള്ളതാണ് ചോദ്യം അല്ലേ? ഇതിൽ നിന്ന് ഇനി ഓപ്ഷൻസ് ഉള്ളത്: എ, ഫുഡ് പ്രിസർവേറ്റീവ്സ്. ക്വസ്റ്റ്യൻ പറയുന്ന ട്രൈക്ലോസൻ കൺസിഡർ ഹാർംഫുൾ വെൻ എക്സ്പോസ് ടു ഹൈ ലെവൽ ഫോർ എ ലോങ് ടൈം ഈസ് മോസ്റ്റ് ലൈക്ലി ടു പ്രസന്റ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്. എ, ഫുഡ് പ്രിസർവേറ്റീവ്സ്. ബി, ഫുഡ് റൈപ്പനിങ് സബ്സ്റ്റൻസ്. സി, റീയൂസ്ഡ് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്. ഡി, ടോയ്ലറ്ററീസ്. ഇത് നിങ്ങൾ ഏതൊക്കെ ഒഴിവാക്കും ആദ്യം? ഇതിനകത്ത് സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? എയും ബിയും ഒരേപോലെയാണ്. രണ്ടും ഫുഡ് കഴിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത് അല്ലെ? രണ്ടും ഒരേപോലെയുള്ള സാധനങ്ങളാണ്, ഫുഡ് പ്രിസർവേറ്റീവ്സ് ആൻഡ് ഫുഡ് റൈപ്പനിങ് സബ്സ്റ്റൻസ്. അപ്പൊ ഫുഡ് പ്രിസർവേറ്റീവിൽ ഇടുന്നുണ്ട്, അത് കഴിക്കാൻ പറ്റുമെങ്കിൽ, ഫുഡ് റൈപ്പനിങ്ങിൽ ഇടുന്നുണ്ടെങ്കിൽ ബേസിക്കലി രണ്ട് സ്ഥലത്ത് ഇടുന്നു എന്നുണ്ടെങ്കിൽ ബേസിക്കലി എന്ത് ചെയ്യാൻ പറ്റും? രണ്ടും ഉത്തരമായിട്ട് വന്നേനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഉത്തരമായിട്ട് പോകാൻ നമുക്ക് ക്ലബ് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ രണ്ടും ഉത്തരവാൻ ചാൻസ് ഇല്ല. ഇനി അത് മാത്രമല്ല, അത് വെച്ച് നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫുഡ് ഹാർംഫുൾ ആണ് എപ്പോഴാണ്? ഹൈ ലെവലിലാണ്, ലോങ് ടൈമിലേക്ക് അത് പ്രിസർവ് ചെയ്യുകയും വേണം. ഫുഡ് ലോങ് ടൈമിലേക്ക് ഒന്ന് ഹൈ ലെവലിൽ അത് കൺസ്യൂം ചെയ്യുന്നത് ഭയങ്കര ഹാർംഫുൾ ആണ്, അപ്പൊ നെഗറ്റീവ് ആണ്. നമ്മൾ എന്തായാലും അത് കഴിക്കാനുള്ള ചാൻസസ് ഭയങ്കര കുറവാണ്. ഹാർംഫുൾ ആയിട്ടുള്ള സാധനം ഹൈ ലെവലിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് പണി കിട്ടുന്നതോ സാധനം നമ്മൾ കഴിക്കാനുള്ള ചാൻസ് കുറവാണ്. രണ്ട്, ലോങ് ടൈം ആയിട്ട് എക്സ്പോഷർ വേണം. ഫുഡ് നമ്മൾ മേടിച്ച് ഫുഡ് കഴിച്ച് തീരുകയാണ്, ലോങ് ടൈം ആയ എക്സ്പോഷർ ഫുഡിൽ ചിലപ്പം കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കുന്നു, റൈപ്പനിങ് ആയിട്ടുള്ള, ഇങ്ങനെ ഒരു സാധനം ഇട്ടുള്ള റൈപ്പൻഡ് ആയിട്ടുള്ള ഫ്രൂട്ട് കഴിക്കുന്നു. ഞാൻ ഈ അടുത്ത ഫ്രൂട്ട് കഴിക്കുന്നത് ചിലപ്പോൾ എത്തായിരിക്കും, ചിലപ്പോൾ കുറെ കാലം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് എനിക്ക് അവിടെ വരുന്നേ ഇല്ല. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഇനി ഫുഡ് ഐറ്റം ആയതുകൊണ്ടും വളരെ ഹാർംഫുൾ ആയതുകൊണ്ടും ഇതെന്തായിരിക്കാം? ഒഴിവാക്കാം. ഇനി നമുക്ക് രണ്ട് ഐറ്റം ഉണ്ട്, വളരെ എക്സ്പോസ്ഡ് ആവാൻ ചാൻസ് ഉള്ള, ഹൈലി കെമിക്കൽസ് വരാൻ ചാൻസ് ഉള്ള, കൊല്ലാനൊക്കെ ഹാർംഫുൾ ആയിട്ട് ചാൻസ് ഉള്ള കെമിക്കൽസ് ഇതിനകത്ത് ഏതിലായിരിക്കും വരിക? റീയൂസ്ഡ് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ മൂന്നിന് ഇനി ആക്ച്വലി ചിന്തിച്ച് നോക്കിയാൽ ക്ലബ് ചെയ്തൂടെ? മൂന്നും നമ്മൾ ഡെയിലി എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ലേ? വരാൻ പറ്റില്ലല്ലോ. ഈ കണ്ടെയ്നറിലാണല്ലോ നമ്മൾ ഫുഡ് കൊണ്ടുപോകുന്നത്. അപ്പൊ റീയൂസ്ഡ് പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ അങ്ങനെ ഒരു കെമിക്കൽ ഇട്ട് കഴിഞ്ഞാൽ തീർന്നില്ലേ? ടോയ്ലറ്ററീസിലല്ലേ നമ്മൾ ഹാർംഫുൾ ആയ സാധനം ഇടുക? ഒരാളെ കില്ല് ചെയ്യണം, അണുക്കളെ. നിങ്ങൾ ഹാർപ്പിക്കിനെ കണ്ടിട്ടില്ലേ? പരസ്യത്തിലൊക്കെ അണുക്കളൊക്കെ കൊല്ലുന്നത്. പക്ഷെ അവസാനമുള്ള രണ്ട് സാധനം കണ്ടില്ലേ? ഹൈലി ആണ്. രണ്ടെണ്ണത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? കൊല്ലാൻ പറ്റില്ല. രണ്ട് കൃമികൾ അവിടെയും കിടക്കും, അപ്പളും കിടക്കും. എല്ലാത്തിനും കൊല്ലാൻ പറ്റില്ല. ഓക്കെ, ബട്ട് ഹൈ ലെവലാണ്. ഓക്കെ, ടോയ്ലറ്ററിയിലേക്ക് ആൻസർ ഈസി ആയിട്ട് വരാം കേട്ടോ. ഡിയിലേക്ക് ആൻസർ വരാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടോ? എന്തൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത്? Consider the following statement. Statement 1, Montague Chelmsford reforms of 1919 recommended granting
voting rights to all women above the age of 21. അടിപൊളി. രണ്ടാം സ്റ്റേറ്റ്മെന്റ്, ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 ഗേവ് വുമൻ റിസർവ്ഡ് സീറ്റ്സ് ഇൻ ലെജിസ്ലേച്ചർ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് 1990 ഓൾ വുമൺ എന്ത് ചെയ്യുന്നു, വോട്ടിംഗ് ഏജ് കൊടുക്കുന്നു, വോട്ട് കൊടുക്കുന്നു എബോ 21. രണ്ടാമത് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഗീവ് വിമൻ റിസർവേഷൻ സീറ്റ്സ് ഇൻ ലെജിസ്ലേച്ചർ. ഇതിൽ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാം. എന്തുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ചെയ്യാം? ഓൾ വിമൻ എബോവ് ദ ഏജ് ഓഫ് 21, അതായത് ഓൾ മെന്നിന് 1990 വോട്ട് ഉണ്ടോ? ഇനി ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റട്ടെ. മോണ്ടക്യോ ചെംസ്ഫോർഡ് റിഫോംസ് ഓഫ് 1990 റെക്കമെൻഡഡ് ഗ്രാൻഡിംഗ് വോട്ടിംഗ് റൈറ്റ്സ് ടു ഓൾ മെൻ എബോവ് ഏജ് ഓഫ് 21. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. കാരണം എന്താണ്? ഒരിക്കലും എന്ത് ചെയ്യില്ല, എല്ലാ ആണുങ്ങൾക്ക് പോലും ആ സമയത്ത് വോട്ടില്ല. ബേസിക്കലി എന്താണ് ആണുങ്ങൾക്ക് പോലും ഞാൻ പറയാൻ കാരണം ജെൻഡേർഡ് ആണ് സൊസൈറ്റി, പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. അപ്പൊ ആണുങ്ങൾക്ക് പോലും ബേസിക്കലി വോട്ട് റൈറ്റ് എല്ലാവർക്കും കൊടുത്തിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെ പെണ്ണുങ്ങൾക്ക് വോട്ട് റൈറ്റ് കൊടുക്കും ആ സമയത്ത്? എല്ലാ വിമണ്ണും 21 അബോ ആൻഡ് ഓൾ വിമൺ. എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്, ഈസി ആയിട്ട് തെറ്റിടാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താണ്? ശരിയാണോ തെറ്റാണോ? സമയം ആലോചിക്കണം, കോണ്ടെക്സ്റ്റ് ആലോചിക്കണം. 1935 ആണ്. 1935 പറ്റി പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട എന്താണ്? ആ സമയത്ത് എവിടം വരെ എത്തി നമ്മൾ എന്നുള്ളതൊക്കെ ആലോചിക്കണം. ഓക്കെ, ശരിയാണ്. ഓക്കെ, ശരിയാണെന്ന് പറയുന്ന ഒരു തംസപ്പ് തരുമോ? ശരിയാണ്. ആ സമയത്ത് ഇനി റിസർവ്ഡ് സീറ്റ് കൊടുക്കാത്തവരായിട്ട് ആരുമില്ല, എല്ലാവർക്കും കൊടുക്കുന്നത് ആ സമയത്തല്ലേ, 1935. അതെ അതെ. ഇനി ബേസിക്കലി എന്ത് ചെയ്യുന്നുണ്ട്? റിസർവ്ഡ് സീറ്റ്, വോട്ടിംഗ് റൈറ്റ് ബേസിക്കലി വിമൺ എവിടെയും കൊടുക്കുന്നുണ്ട്. 1990 വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, പക്ഷെ ഓൾ വുമണില്ല. ഓക്കെ, ഇനി 1935 ബേസിക്കലി എന്താ, വിമണിന് റിസർവ്ഡ് സീറ്റ് കൊടുക്കുന്നുണ്ട്, റിപ്പർസ് ക്ലാസ്സിന് കൊടുക്കുന്നുണ്ട്. കൊടുക്കാത്ത ക്ലാസ്സുകളൊന്നുമില്ല, മിക്ക ക്ലാസ്സിനും എന്ത് ചെയ്യുന്നുണ്ട്? ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് 1935 ആയപ്പോൾ റിസർവ്ഡ് സീറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് 2 എന്തായിരിക്കും? ശരിയായിരിക്കും. ഇതൊന്ന് വായിച്ചു നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കേ. വിത്ത് റെഫറൻസ് ടു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ഫസ്റ്റ് പറയുന്നത്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ പറ്റിയാണ് നമുക്ക് മനസ്സിലായി. എന്താണ് ബ്ലോക്ക് ചെയിൻ എന്നൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതിൽ നിന്ന് എന്തൊക്കെ ഡാറ്റ കിട്ടും? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് എ പബ്ലിക് ലെഡ്ജർ ദാറ്റ് എവരിവൺ ക്യാൻ ഇൻസ്പെക്ട് ബട്ട് വിത്ത് നോ സിംഗിൾ യൂസർ കൺട്രോൾ. രണ്ടാം സ്റ്റേറ്റ്മെന്റ്, സ്ട്രക്ചർ ആൻഡ് ഡിസൈൻ ഓഫ് ബ്ലോക്ക് ചെയിൻ ഈസ് സച്ച് ദാറ്റ് ഓൾ ദ ഡാറ്റ ഇൻ ഇറ്റ് ആർ അബൌട്ട് ക്രിപ്റ്റോ കറൻസി ഓൺലി. ഓക്കെ, എല്ലാ ഡാറ്റയും ക്രിപ്റ്റോ കറൻസി ഓൺലി. ആപ്ലിക്കേഷൻ, മൂന്നാം സ്റ്റേറ്റ്മെന്റ്, ആപ്ലിക്കേഷൻ ദാറ്റ് ഡിപെൻഡ് ഓൺ ബേസിക് ഫീച്ചർ ഓഫ് ബ്ലോക്ക് ചെയിൻ ക്യാൻ ബി ഡെവലപ്ഡ് വിത്തൗട്ട് എനിബഡീസ് പെർമിഷൻ. ഓക്കെ, ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലാവും? ചിലപ്പോൾ ഒന്നായിട്ട് ശരിയാവാം, അല്ലെങ്കിൽ മിനിമം 2 ശരിയാവും, എന്തായാലും 3 ശരിയല്ല. ഏതിൽ ഒന്ന് എന്തായാലും തെറ്റാം. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ആദ്യം എലിമിനേറ്റ് ചെയ്യും? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യുന്ന ഒരു തംസപ്പ് വരുമോ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യൂ അല്ലെ? ഇറ്റ് ഈസ് എ പബ്ലിക് ലെഡ്ജർ ദാറ്റ് എവരിവൺ ക്യാൻ ഇൻസ്പെക്ട് ബട്ട് വിത്ത് നോ സിംഗിൾ യൂസർ കൺട്രോൾ. കാരണം എന്താ? മൾട്ടിപ്പിൾ യൂസേഴ്സ് ഉണ്ട്. മൾട്ടിപ്പിൾ യൂസേഴ്സ് ഉണ്ട്. അത് അപ്പം അത് എലിമിനേറ്റ് ചെയ്യാനുള്ള റീസൺ? നോ സിംഗിൾ യൂസർ കൺട്രോൾസ് ലൈക്ക് അതർ. സിംഗിൾ ആയിട്ടുള്ള ഒരു യൂസർ കൺട്രോൾ ചെയ്യുന്നില്ല. ഇല്ല, മൾട്ടിപ്പിൾ ആണ്. അപ്പൊ അത് ഇൻകറക്റ്റ് അല്ലേ? അതിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കി, ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിയേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? എല്ലാരും കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലാതെ ഒരാൾ കൺട്രോൾ ചെയ്യുന്നില്ല എന്നല്ലേ ആ വേർഡിന്റെ കംപ്ലീറ്റ് മീനിങ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അല്ലേ?
സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? തംസപ്പ് തന്നെ. 5. എന്തുകൊണ്ടാ? മായ. ഓക്കെ, ഗൗതം. ഇനി ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണെന്ന് അറിയാത്തവരൊന്ന് തംസപ്പ് തന്നെ. ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. വാട്ട് ഈസ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി? ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണെന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഒരു ഐഡിയ ഇല്ലാത്തവർ, ഐഡിയ ഇല്ലാതിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പേടിക്കണ്ട. ഒരു ഐഡിയ ഇല്ലാത്തൊരു തംസപ്പ് തന്നെ. ക്രിപ്റ്റോ കറൻസീസ് ആണ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഓൺലി എന്താ റീസൺ എന്ന് പറഞ്ഞാണ് മഞ്ജു. ഓക്കെ, ക്രിപ്റ്റോ കറൻസി ഒക്കെ യൂസ് ചെയ്യുന്ന ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. രണ്ടാം സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? സ്ട്രക്ചർ ആൻഡ് ഡിസൈൻ ഓഫ് ബ്ലോക്ക് ചെയിൻ ഇൻ സച്ച് ദാറ്റ് ഓൾ ദ ഡാറ്റ ഇൻ ഇറ്റ്സ് ആർ അബൌട്ട് ക്രിപ്റ്റോ കറൻസി ഓൺലി. ഒന്ന് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് ടെക്നോളജിയാണ്. ഓക്കെ, അതിനകത്ത് ഉപയോഗിച്ച് ചെയ്യുന്ന വേറൊരു കറൻസി മാത്രമാണ് എന്തെന്ന് പറയുന്നത്? ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. അതായത് ഇതിനകത്തുള്ള എല്ലാം ക്രിപ്റ്റോ കറൻസി എന്നുള്ളതല്ല ഇതിന്റെ അർത്ഥം. വൺ ഓഫ് ദ ടെക്നോളജി മാത്രമാണ് ക്രിപ്റ്റോ കറൻസി. ബ്ലോക്ക് ചെയിൻ ഇസ് എ ലാർജ് ടെക്നോളജി വിച്ച് ഹാസ് മൾട്ടിപ്പിൾ യൂസേജ്. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ക്രിപ്റ്റോ കറൻസി മാത്രമാണ് ഇതിന്റെ എന്ത് ചെയ്യുന്നത്? എല്ലാ ഡാറ്റയും ഇൻ ഇറ്റ്സ് ആർ അബൌട്ട് ക്രിപ്റ്റോ കറൻസി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതല്ലേ ഇതിനകത്ത് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഞാനിപ്പോ മനസ്സിലാക്കിയതിന് തെറ്റാണല്ലേ? നോ സിംഗിൾ യൂസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ബേസിക്കലി ഇറ്റ് ഈസ് എ പബ്ലിക്. നോ സിംഗിൾ യൂസർ ഹിയർ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് മൾട്ടിപ്പിൾ യൂസേഴ്സ് ആർ ദേർ. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അത് മനസ്സിലാക്കാൻ അതിനെ കട്ട് ചെയ്ത് വായിക്കാതെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചാൽ അതിന്റെ കണ്ടിന്യൂഷൻ അല്ലേ? അവിടെ കോമ ഉണ്ടോ? ഇൻസ്പെക്ട് കോമ ബട്ട് വിത്ത് നോ സിംഗിൾ യൂസർ എന്നാണ് ഉള്ളത്. ഇറ്റ് ഈസ് എ പബ്ലിക് ലെഡ്ജർ ദാറ്റ് എവരി വൺ ക്യാൻ ഇൻസ്പെക്ട്. എല്ലാവർക്കും ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പബ്ലിക് ലെഡ്ജർ ആണ്. ബട്ട് വിത്ത് നോ സിംഗിൾ യൂസർ. ദാറ്റ് മീൻസ് നോബഡി, ഒരു വൺ സിംഗിൾ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്നില്ല. വിത്ത് എവരിബഡി. അപ്പം ഓട്ടോമാറ്റിക്കലി എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തമ്മിൽ കൺസിസ്റ്റന്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു ദർ ഇസ് നോട്ട് എവരി വൺ ക്യാൻ ഇൻസ്പെക്ട് ബട്ട് വിത്ത് വൺ നോ സിംഗിൾ കൺട്രോൾ ആർക്കും ഇല്ല എന്നാണ് പറയുന്നത്. ശരിയാണ്, കൺസിസ്റ്റന്റ് ആണ്. രണ്ടാം സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? സ്ട്രക്ചർ ആൻഡ് ഡിസൈൻ ഓഫ് ബ്ലോക്ക് ചെയിൻ ആൻഡ് ഇസ് അബൌട്ട് ക്രിപ്റ്റോ കറൻസി ഓൺലി. എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാം സ്റ്റേറ്റ്മെന്റ് എന്താണ്? എക്സ്ട്രീം ആണ്. മൂന്നാമത്തത് ആപ്ലിക്കേഷൻ ദാറ്റ് ഡിപെൻഡഡ് ഓൺ പബ്ലിക് ഫീച്ചർ ഓഫ് ബ്ലോക്ക് ചെയിൻ ക്യാൻ ബി ഡെവലപ്ഡ് വിത്തൗട്ട് എനിബഡീസ് പെർമിഷൻ എന്ന് പറയുന്നു. ശരിയായിരിക്കോ തെറ്റായിരിക്കോ? ഒരാളെയും പെർമിഷൻ വേണ്ട. ആലോചിച്ച് നോക്കിക്കേ, ശരിയായിരിക്കോ? തെറ്റായിരിക്കും അല്ലേ? ഓക്കെ, ഞാൻ ഇനി വേറൊരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് ടെക്നോളജി ആണല്ലോ. ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഏരിയയാണ് പറയുന്നത്. ഞാനൊരു ആപ്പ് ഉണ്ടാക്കുകയാണെ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ആപ്പ് ഉണ്ടാക്കാൻ അറിയുന്ന ഒരു ലാംഗ്വേജ് ഏതാണ്? ബേസിക്കലി ജാവ, C++, അല്ലേ? ബേസിക്കലി നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് HTML അറിയാലോ. അതൊക്കെ ലാംഗ്വേജസ് ആണല്ലോ, ബേസിക്കലി ടെക്നോളജി ആണല്ലോ. ഓക്കെ, ഇനി ഞാൻ പറയാണ് പൈത്തൺ. ഓക്കെ, വെരി ഗുഡ്. ആപ്ലിക്കേഷൻ ദാറ്റ് ഡിപെൻഡ്സ് ഓൺ പൈത്തൺ ക്യാൻ ബി ഡെവലപ്ഡ് വിത്തൗട്ട് എനിബഡീസ് പെർമിഷൻ. ശരിയാണോ തെറ്റാണോ? തെറ്റല്ലേ? മീൻസ് ശരിയല്ലേ? ഞാനൊരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ആർക്ക് വേണമെങ്കിലും എനിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ആപ്പ് ഉണ്ടായിക്കൂടെ? അതുകൊണ്ടല്ലേ ക്രിപ്റ്റോ കറൻസി വന്നത്. ഏതെങ്കിലും ഗവൺമെന്റിന്റെ പെർമിഷൻ വേണമെങ്കിൽ ക്രിപ്റ്റോ കറൻസി വരുമായിരുന്നോ? കാരണം ക്രിപ്റ്റോ കറൻസീസ് ബ്ലോക്ക് ചെയിൻ ഡെവലപ്ഡ് അല്ലേ? ഒരു ആപ്പ് ഉപയോഗിക്കാൻ, ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്തിനാണ് ആരെങ്കിലും പെർമിഷൻ എടുക്കുന്നത്? ഏതെങ്കിലും ടെക്നോളജി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല. എനിക്ക് ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉണ്ടാക്കാം. എനിക്ക് ബ്ലോക്ക് ചെയിൻ അറിയുന്നുണ്ടെങ്കിൽ, കോഡിംഗ് അറിയുന്നുണ്ടെങ്കിൽ എനിക്ക് ഉണ്ടാക്കാം. എന്താ പ്രശ്നം? 1 and 3 വിൽ ബി കറക്റ്റ് ആൻസർ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ വെറുതെ എന്ത് ചെയ്യരുത്? വിത്തൗട്ട്, കണ്ടില്ലേ ഇവിടെ വിത്തൗട്ട് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്, വിത്തൗട്ട് എനിബഡീസ് പെർമിഷൻ ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്. പക്ഷെ എന്താണ് ഇവിടെ പ്രശ്നം? ഇതൊരു ടെക്നോളജിനെ പറ്റിയാ പറയുന്നത്, ഒരു ആപ്പ് ഉണ്ടാക്കുന്നതിനെ പറ്റിയാ പറയുന്നത്. ആപ്ലിക്കേഷൻ ദാറ്റ് ഡിപെൻഡ്സ് ഓൺ ബേസിക് ഫീച്ചർ ഓഫ് ബ്ലോക്ക് ചെയിൻ. ആർക്ക് വേണമെങ്കിലും ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ആപ്പ് ഉണ്ടാക്കാൻ പറ്റും. ആരെയും പെർമിഷന്റെ ആവശ്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ക്രിപ്റ്റോ ബിറ്റ് കോയിൻസ് വരുമോ? ഇല്ലല്ലോ. ബിറ്റ് കോയിൻസ് ഏത് ഗവൺമെന്റിന്റെയാ? ബിറ്റ് കോയിൻസ് ഏത് ഗവൺമെന്റിന്റെയാന്ന് പറയുന്നവരൊന്ന് തംസപ്പ് തന്നെ ചെയ്യാം. ആർക്കും അറിയില്ല. Bitcoin is not backed by any government. It is completely independent of government system. ഒരു ഗവൺമെന്റും കൺട്രോൾ ചെയ്യുന്നില്ല ബിറ്റ്കോയിനെ. ആരാണ് ബിറ്റ്കോയിൻ ഉണ്ടാക്കിയെന്ന് പോലും ഇപ്പോഴും എന്തല്ല കംപ്ലീറ്റ്ലി കൃത്യം ഐഡന്റിറ്റി പലരും റിവീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഷുവർ ആയിട്ട് നമുക്ക് ആരാ ഉണ്ടാക്കിയെന്ന് പോലും നമുക്ക് ഇപ്പോഴും അറിയില്ല. അനോണിമസ് ആണ്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് കൺട്രോൾഡ് ബൈ വൺ പേഴ്സൺ. ഓക്കെ, ഇനി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്? ഇൻഫർമേഷനെ ഓരോ ബ്ലോക്കുകളായിട്ട് ബേസിക്കലി എന്ത് ചെയ്യുക? സ്റ്റോർ ചെയ്യുക അല്ലെ? ഓരോ ഇൻഫർമേഷനെ എന്ത് ചെയ്യുന്നു? ഓരോ
ബ്ലോക്കുകളായിട്ട് സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ് ഇസ് വൈ ഇതൊരു മാല പോലെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ബ്ലോക്കുകളായി വരുന്നു. ഇനി എങ്ങനെയാണ് ഇൻഫർമേഷൻ ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്? ഇതൊരു മാലയാണ്. ഈ ചെയിൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, ഈ ചെയിൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം ചെയ്യാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്യുന്നു, ഓക്കെ, ഇപ്പൊ റൈസപ്പില് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഫീ ഒക്കെ കളക്ട് ചെയ്യുന്നത് ഒരു സാധനം വെറുതെ വിചാരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഫീ ഇങ്ങോട്ട് അയച്ചു. ഓക്കെ, റൈസപ്പിലേക്ക് ഫീ വന്നു. ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, ഒരു ചെയിൻ ഇനിഷ്യേറ്റ് ചെയ്തു. ഈ ഇനിഷ്യേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഈ ടെക്നോളജി റൈസപ്പിന്റെ ഉള്ളിലുള്ള എല്ലാ സ്റ്റുഡൻസും ഇവിടുത്തെ മെമ്പേഴ്സും എല്ലാവരും ഉള്ള കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ഒരാൾ എന്ത് ചെയ്യുന്നു, ഫീ അയക്കുന്നു. ഈ ഫീ ഇവിടെ വരുന്നു ആൻഡ് ഇറ്റ് ഈസ് വെരിഫൈഡ് ബൈ എവരി വൺ. വൺസ് എവരിബഡി ഈസ് വെരിഫൈഡ്, ഓൾറെഡി ഫീ അടച്ചവർ കുറെ പേരുണ്ടാവുമല്ലോ, അവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ഫീ എന്ത് ചെയ്യുന്നു, നിങ്ങൾ അടച്ച ഫീ ഇവിടെ എന്ത് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. സപ്പോസ് ഇനി എന്ത് ചെയ്യണം, എനിക്ക് നിങ്ങളെ പറ്റിക്കണം, ഇതിനകത്ത് വേറൊരാളും ഇങ്ങനെ ഫീ അടച്ച് ചേർന്നു. ഇയാൾക്ക് എന്ത് ചെയ്യണം, ഈ ഫീ അടച്ചത് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡിലീറ്റ്. ഓൾട്ടർ ചെയ്യാൻ പറ്റുമോ? ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല. എന്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് ഇതിനകത്ത് എന്തെങ്കിലും ട്രാൻസാക്ഷനിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അനദർ ചെയിൻ എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ ബൈ ദ വെരിഫിക്കേഷൻ ഓഫ് ദിസ് പീപ്പിൾ. സോ എല്ലാവരും വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രം അനദർ ചെയിൻ എന്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതെന്താണ്, നിയർലി എന്താണ് ബേസിക്കലി ഹാക്ക് പ്രൂഫ് എന്ന് വിളിക്കുകയാണ്. കംപ്ലീറ്റ് ഹാക്ക് പ്രൂഫ് ആണെന്നൊക്കെയാണ് അവകാശപ്പെടുന്നെങ്കിലും ഹാക്ക് ചെയ്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് നിയർലി ഹാക്ക് പ്രൂഫ് ആണ്. ഒരു 99.9% ഹാക്ക് ചെയ്യാൻ പണിയാണ്. കാരണം എല്ലാവരും വെരിഫൈ ചെയ്യണം. ഓക്കെ, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അത് പബ്ലിക് ലെഡ്ജർ ആണ്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് എ പബ്ലിക് ലെഡ്ജർ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, പബ്ലിക് ലെഡ്ജർ ദാറ്റ് എവരിബഡി ക്യാൻ ഇൻസ്പെക്ട്. എല്ലാവർക്കും ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഒരു സിംഗിൾ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസി എന്ത് ചെയ്യുന്നില്ല, ബ്ലോക്ക് ചെയിനെ കൺട്രോൾ ചെയ്യുന്നില്ല. ക്ലിയർ ആയോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, രണ്ട് വേൾഡ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അതൊന്നും മനസ്സിലായില്ലെങ്കിൽ അത് എന്താണെന്നുള്ളതൊന്ന് മാറ്റി വെക്കുക. ആദ്യം ഞാൻ ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോട്ടെ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് ഓഫ് പ്ലാന്റ്സ് വാസ് ഡൊമസ്റ്റിക്കേറ്റഡ് ഇൻ ദി ന്യൂ വേൾഡ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദി ഓൾഡ് വേൾഡ് എന്നാണ് ചോദ്യം. ഏതൊക്കെയാണ് ന്യൂ വേൾഡ് ഓൾഡ് വേൾഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ്. ന്യൂ വേൾഡിൽ നിന്ന് ഓൾഡ് വേൾഡിലേക്ക് ABCD എന്നാണ് ഓപ്ഷൻ. ഫസ്റ്റ് A ടൊബാക്കോ, കൊക്കോ, റബ്ബർ. B ടൊബാക്കോ, കോട്ടൺ, റബ്ബർ. C കോട്ടൺ, കോഫി, ഷുഗർ കെയിൻ. D റബ്ബർ, കോഫി, വീറ്റ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം അറിയാം. ന്യൂ വേൾഡും ഓൾഡ് വേൾഡും അറിയില്ല എന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ, നമുക്കറിയില്ലല്ലോ ന്യൂ വേൾഡ് ഓൾഡ് വേൾഡ് എന്താ നമുക്കറിയില്ല. വി ആർ പുവർ പീപ്പിൾ. ഇനി അങ്ങനെ ഗ്രൂപ്പിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത സാധനം എന്തായാലും നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ന്യൂ വേൾഡ് എന്ത് ചെയ്തു, ഓൾഡ് വേൾഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഐറ്റംസ് ആണ്. ഇനി ന്യൂ വേൾഡ് ഓൾഡ് വേൾഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്തിനെ പറ്റി ആയിരിക്കും എന്ന് നിങ്ങൾക്ക് ഒന്ന് ഊഹിക്കാവോ? ഏതാ? കേട്ടില്ല. അത് ഓപ്ഷനിൽ കണ്ട പ്ലാന്റേഷൻ അറിയാലോ. ന്യൂ വേൾഡ് ഓൾഡ് വേൾഡ് എന്ന് ഉദ്ദേശിക്കുന്ന അവിടെ എന്തായിരിക്കും കോണ്ടെക്സ്റ്റ്? പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന പ്ലാന്റേഷൻസ് എന്നാൽ ഇപ്പം അല്ല, ന്യൂ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബ്രിട്ടീഷിന്റെ ആ സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ ഇപ്പൊ ഓൾഡ് വേൾഡിന്റെ ഒരു പാർട്ടായി മാറുന്നു. അങ്ങനെ ഓക്കെ, സംതിങ് എന്താണ് കൊളോണിയൽ, ഇപ്പൊ ബ്രിട്ടീഷ് പറഞ്ഞ പോലെ അങ്ങനെ നമുക്ക് കോൺടെസ്റ്റ് ചെയ്യാം. ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാവാം. അല്ലെങ്കിൽ ന്യൂ വേൾഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓൾഡ് വേൾഡ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ സൊസൈറ്റി. ന്യൂ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ബേസിക്കലി എന്താണ്, റിനൈസൻസിന് ശേഷമുള്ള വേൾഡ്. സോ ദാറ്റ് ഈസ് കൊളോണിയൽ പവർ കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസ്. സോ യൂറോപ്യൻ കൺട്രീസ് ഓൾഡ് വേൾഡ്, അതായത് കോളനിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്രോപ്പുകളാണ് ചോദിക്കുന്നത്. ഇനി അത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ആകെ ഒരു സാധനം ചെയ്താൽ മതി. ഇനി ഇന്ത്യനെ ആലോചിക്കുക. ഇന്ത്യ എന്തായാലും ഓൾഡ് വേൾഡ് ആയിരിക്കുമല്ലോ. ഓക്കെ, ഡൊമസ്റ്റിക് പഴയ കാലത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ കൊളോണിയൽ പവർ അല്ല. ഇന്ത്യയിലേക്ക് നിന്ന് അല്ലെങ്കിൽ പുറത്തേക്ക് ഇന്ത്യയിൽ നിന്ന് പുറത്തുനിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ക്രോപ്പുകൾ ഏതാന്ന് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരം കിട്ടും. അങ്ങനെ പുറത്തുനിന്ന് ഇന്ത്യയിലേക്ക് വന്ന ക്രോപ്പുകൾ എന്ന് നിങ്ങൾ ക്ലബ് ചെയ്തേ. ഇനി അതല്ല, ഇന്ത്യയിൽ ഓൾറെഡി ഉള്ള ക്രോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ എലിമിനേറ്റ് ചെയ്താലും പോരെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഏത് എലിമിനേറ്റ് ചെയ്യും?
ഡി എലിമിനേറ്റ് ചെയ്യും അല്ലെ. ഡി എന്തുകൊണ്ടാണ് എലിമിനേറ്റ് ചെയ്യുന്നത്? ബേസിക്കലി ഡിയിൽ എന്ത് പറയുന്നുണ്ട്? വീറ്റ് പറയുന്നുണ്ട്. അതുകൊണ്ടല്ലേ? കാരണം ഗോതമ്പ് ബേസിക്കലി വീറ്റ് ട്രഡീഷണൽ ആയിട്ട് പണ്ട് മുതലേ നമ്മൾ എന്ത് ചെയ്യുന്ന ഉത്പാദിപ്പിക്കുന്ന സാധനമാണ്. അപ്പൊ അതെന്തായാലും ട്രഡീഷണൽ ബേസിക്കലി ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ കൊളോണിയൽ പവർ വരുന്നതിന് മുന്നേ ഇന്ത്യയിൽ വീറ്റ് ഉള്ളതായിട്ട് നമുക്കറിയാം. ഇനി ഡി എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ എന്ത് എലിമിനേറ്റ് ചെയ്യും? സി എലിമിനേറ്റ് ചെയ്യാനുള്ള റീസൺ എന്താ? കോട്ടൺ. കോട്ടൺ എന്ത് കാലം തൊട്ടുണ്ട് ഇന്ത്യയില്? പണ്ട് തൊട്ടുണ്ട്. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ തന്നെ കോട്ടന്റെ കാര്യം നമുക്കറിയാം. ബേസിക്കലി നമ്മുടെ കോട്ടൺ ഫേമസ് ആണ്. ഇനി അതും അല്ല, ഇൻഡസ് വാലി സിവിലൈസേഷനിൽ വരെ കോട്ടന്റെ കഷ്ണം കിട്ടിയതായിട്ടുള്ള തെളിവുകളുണ്ട്. സോ സി പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതും പോയില്ലേ? ടൊബാക്കോ, കോട്ടൺ, രണ്ട് ബിയും സിയും പോയി. ഈസി ആയിട്ട് ബിയും സിയും ആദ്യം എടുത്ത് കളയാം. സോ ടൊബാക്കോ, കൊക്കോ, റബ്ബർ മൂന്നും എന്താണ്? കൊളോണിയൽ കൺട്രീസിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഐറ്റംസ് അല്ലേ? മൂന്നും ക്യാഷ് ക്രോപ്സ് അല്ലേ? ഇനി അങ്ങനെ ചിന്തിച്ചു നോക്കിയേ, മൂന്നും നോക്കിക്കേ ക്യാഷ് ക്രോപ്സ് അല്ലേ? ടൊബാക്കോ, കൊക്കോ, റബ്ബർ. ആരാണ് കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻ കൊണ്ടുവരിക? ട്രഡീഷണൽ ഇന്ത്യയിലാണോ കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ് ഉണ്ടാവുക? ന്യൂ വേൾഡിലാണോ പ്ലാന്റേഷൻസ് ഉണ്ടാവുക? ന്യൂ വേൾഡ് ആണ് കൊണ്ടുവരിക. അപ്പൊ സ്വാഭാവികമായിട്ടും മൂന്നും പ്ലാന്റേഷൻ ക്രോപ്സുകളായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവും. ബ്രിട്ടീഷുകാർ ഒരു സാധനം കൊണ്ടുവരുമ്പോൾ പൊതുവെ എന്തായിരിക്കും, അല്ലെങ്കിൽ യൂറോപ്യൻസ് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് എന്താ പ്ലാന്റേഷൻ ക്രോപ്സ് ആവാനാണ് കൂടുതൽ ചാൻസ്. മൂന്നും ക്യാഷ് ക്രോപ്സ് ആണ്. ഒരേ ലെവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലബ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ. ഫോർ ദ മെഷർമെന്റ് ഇതൊന്ന് വായിച്ചു നോക്കിക്കേ. വായിച്ചു കഴിഞ്ഞോ? അല്ലേ? For the measurement or estimation of which of the following are the satellite image or remote sensing data used. Okay. ഫസ്റ്റ് തന്നെ നമുക്ക് മനസ്സിലായി, മെഷർമെന്റ് ആവാം അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യാനാവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സാറ്റലൈറ്റ് ഇമേജോ, അല്ലെങ്കിൽ ഇമേജ് മാത്രമല്ല റിമോട്ട് സെൻസിങ്. അപ്പൊ സാറ്റലൈറ്റിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഒന്ന് മെഷർ ചെയ്യാനാവാം, അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യാനാവാം. ഇനി അത് ഇമേജസ് മാത്രമല്ല, റിമോട്ട് സെൻസിങ് ഉണ്ട്. സോ പോസിബിലിറ്റീസ് വളരെ ലാർജ് ആക്കി, വലിയ പോസിബിലിറ്റീസ് ആക്കി. ഇനി ഓപ്ഷൻ 1, chlorophyll content in the vegetation of a specific location. Second, greenhouse gas emission from a rice paddies of a specific location. Land surface temperature of a specific location. ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റിലും കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നു. ഒരു സാറ്റലൈറ്റ് ഒരു സ്ഥലം ചെയ്യും. അതിനകത്ത് തന്നെ സാറ്റലൈറ്റ് ഒരു ടെക്നോളജി മാത്രമല്ല, 2 ടെക്നോളജി സാറ്റലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇമേജിനിങ്ങും ഉണ്ട്, റിമോട്ട് സെൻസിങ്ങും ഉണ്ട്. ഇപ്പൊ വൈഡർ കപ്പാസിറ്റിയാണ്. പിക്ചറും എടുക്കാം, റിമോട്ട് സെൻസിങ്ങും ചെയ്യാം. വലിയ കപ്പാസിറ്റി ആയി. എല്ലാം ഒരു സ്ഥലത്തെ ലൊക്കേഷനിലെ, ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലെ കാര്യം മാത്രമാണ് പറയുന്നത്. ഒരു സ്പെസിഫിക് ലൊക്കേഷനിലെ കാര്യം മാത്രമാണ് പറയുന്നത്. ലെറ്റ്സ് സേ ദിസ് ലൊക്കേഷൻ. all the 3 statements are talking about this particular location. ഇനി ക്ലോറോഫിൽ കണ്ടന്റ് ഇൻ ദി വെജിറ്റേഷൻ ഓഫ് എ സ്പെസിഫിക് ലൊക്കേഷൻ എടുക്കാൻ പറ്റുമോ? ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ക്ലോറോഫിൽ? അതറിയില്ലെങ്കിലും വെജിറ്റേഷൻ ഇനിയൊന്ന് ലിങ്ക് ചെയ്ത് പറഞ്ഞോട്ടെ. പിഗ്മെന്റ് ഓഫ് ലീഫ്. അപ്പൊ എന്ത് കളർ ആയിരിക്കും അവിടെ ഉണ്ടാവുക? പച്ച കളർ അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് സാറ്റലൈറ്റിന് താഴെ നോക്കുമ്പോൾ പച്ച കളറുള്ള സ്ഥലത്തൊക്കെ ആ ചെടികളുണ്ട്, അവിടെ ലൊക്കേഷനിൽ വെജിറ്റേഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൂടെ? മനസ്സിലാക്കാം. ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഫ്രം എ റൈസ് പാഡീസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ചെയ്യുന്നത് ക്യാപ്ചർ ചെയ്തൂടെ സാറ്റലൈറ്റ് വഴി? സാറ്റലൈറ്റിന്റെ പോസിബിലിറ്റി അല്ലേ, ക്യാപ്ചർ ചെയ്തൂടെ? ചെയ്യാം. ലാൻഡ് സർഫേസ് ടെമ്പറേച്ചർ സാറ്റലൈറ്റ് വഴി നമുക്ക് നോക്കിക്കൂടെ ഒരു സ്ഥലത്തെ ടെമ്പറേച്ചർ എങ്ങനെയാന്നുള്ളത്? ഇപ്പൊ ബേസിക്കലി നിങ്ങളെ മൊബൈലിൽ ടെമ്പറേച്ചർ വരുന്നുണ്ടല്ലോ, എപ്പോഴും അത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റ് വഴി മോണിറ്റർ ചെയ്യുന്നല്ലേ? ഓക്കെ. 1 2 3 ഗൗതം പറഞ്ഞ പെട്ടെന്ന് ഇവിടെ എല്ലാം ശരിയാന്ന് പറഞ്ഞത്. ഓക്കെ, 1 2 3 എന്താണ് ഉത്തരം? ശരിയാണ്.
ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. ക്വസ്റ്റ്യൻ പ്രോപ്പർ ആയിട്ട് വായിക്കുക. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ. Which of the following factors or policies were affecting the price of rice in India in the recent past എന്നാണ് ചോദ്യം അല്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മിനിമം സപ്പോർട്ട് പ്രൈസ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഗവൺമെന്റ് ട്രേഡിംഗ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് ഗവൺമെന്റ് സ്റ്റോക്ക് പൈലിംഗ്, ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് കൺസ്യൂമർ സബ്സിഡീസ്. ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ 1 to 4, 1, 3, 4 അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് എന്തായാലും 3 ശരിയാണ്, 4 ശരിയാവാനുള്ള പോസിബിലിറ്റീസ് ഓരോ ഓപ്ഷൻ ഉണ്ട്. 3 എന്തായാലും 3 ശരിയാവാം അല്ലെ, അറ്റ്ലീസ്റ്റ് 2 ശരിയാവാം. ഓക്കെ, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ നമുക്ക് മനസ്സിലായി അഫക്റ്റിംഗ് ദ പ്രൈസ് ഓഫ് റൈസ് ഇൻ ഇന്ത്യ. അഫക്ട് ചെയ്യുന്നേ പറഞ്ഞിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ലാർജർ പോസിബിലിറ്റി ആണ്. ഫസ്റ്റ് നമുക്ക് കിട്ടി പോസിബിലിറ്റി ജനറൽ ആണ്, ജനറൽ പോസിബിലിറ്റി, മാക്സിമം പോസിബിലിറ്റി എടുക്കാം എന്നുള്ളത് മനസ്സിലായി. ഇനി എന്തൊക്കെ കാര്യങ്ങൾ പ്രൈസിങ്ങിനെ ബാധിക്കും എന്നുള്ളത് നോക്കിയാൽ മതി അല്ലെ. മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കുന്ന പ്രൈസിങ്ങിനെ ബാധിക്കോ ഇല്ലയോ? ബാധിക്കും. ഓക്കെ, ഗവൺമെന്റ് ട്രേഡിംഗ്, ഗവൺമെന്റ് ട്രേഡ് ചെയ്യുന്ന ബാധിക്കോ? സ്വാഭാവികമായിട്ട് ഒരു പ്ലെയർ കൂടി വരില്ല, ഡിമാൻഡ് സപ്ലൈനെ ബാധിക്കും. ഗവൺമെന്റ് സ്റ്റോക്ക് പൈലിംഗ് ബാധിക്കോ? ഗവൺമെന്റ് കുറെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നു, ബാധിക്കോ? അതും ബാധിക്കും. ഓക്കെ, ബാധിച്ചോട്ടെ. കൺസ്യൂമർ സബ്സിഡി, കൺസ്യൂമേഴ്സിന് സബ്സിഡി കൊടുക്കുന്നത് എന്തായാലും ബാധിക്കില്ലല്ലോ, അതും ബാധിക്കും അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലാം ബാധിക്കും. ഓക്കെ, 1, 2, 3, 4 ആണ് സ്റ്റേറ്റ്മെന്റ് അല്ലെ, കറക്റ്റ് അല്ലേ? ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ? എന്തെങ്കിലും എഫക്ട് ചെയ്യുമെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സാർ, ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുമ്പ് ഞാൻ 2 and 3 ക്ലിക്ക് ചെയ്തിരുന്നത്. സാർ പറ്റുന്ന അഫക്റ്റിംഗ് ദ പ്രൈസ് ഓഫ് റൈസിനെ എടുത്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ പ്രൈസ് റൈസ് എന്നാണ് മനസ്സിലാക്കിയത്, പ്രൈസ് കൂടുന്നത് അങ്ങനെയാ ചിന്തിച്ചത്. പിന്നീട് മനസ്സിലായത് പ്രൈസ് കൂടുന്നതും കുറയുന്നതും എന്താണെങ്കിലും അഫക്ട് ചെയ്യാണല്ലോ. സോ ജനറലി എനിക്ക് എടുക്കാനുള്ള തോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. സാറ് വായിച്ചപ്പോഴാണ് എനിക്കത് കിട്ടിയത്. അപ്പോഴാണ് 1, 2, 3, 4 പോയത്. അല്ല, എന്റെ അതേ പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ. ഓക്കെ, വേറെ ആരെങ്കിലും 2, 3 എടുത്തായിരുന്നോ? ഇവിടെ എല്ലാവരും ഇമ്പാക്ട് ചെയ്യുന്നതിനെ പറ്റി അല്ല ചോദ്യം, പ്രൈസിന് ഇമ്പാക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം കേട്ടോ. അപ്പൊ അത് ഇൻക്രീസും ആവാം ഡിക്രീസും ആവാം അല്ലേ സർ? അഫക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പാക്ട് ചെയ്താൽ മതി, എന്തെങ്കിലും അഫക്ട് ചെയ്താൽ മതിയല്ലോ, അതെന്തോ ആവാം. അതെ അതെ, ഞാൻ പക്ഷെ റൈസിന്റെ പ്രൈസിൽ ചിന്തിക്കുന്നതിന് പ്രൈസ് റൈസ് ഓഫ് ദി റൈസ് ലൈക്ക് അങ്ങനെ പോയി. അങ്ങനെ ഒരു ടേം അതിനകത്ത് ഇല്ലല്ലോ, അതാണ് നമ്മൾ ഇല്ലാത്ത സാധനം തെറ്റിപ്പോട്ടോ. എന്തോ ആവാലോ. ഫോർ എക്സാമ്പിൾ, ഞാൻ ചോറ് നിന്ന് നിർത്തി കഴിഞ്ഞാൽ പ്രൈസ് റൈസിനെ എഫക്ട് ചെയ്യോ? റൈസിനെയല്ല, അഫക്റ്റിംഗ് ദ പ്രൈസ് ഓഫ് റൈസ് എഫക്ട് ചെയ്യോ? നാളെ തൊട്ട് ഞാൻ ചോറ് കഴിക്കുന്നില്ല, എഫക്ട് ചെയ്യില്ല, എന്റെ ഡിമാൻഡ് കുറഞ്ഞില്ലേ? ഇപ്പൊ ഷുഗറിന്റെ വിച്ച് ഓൾ ദ തിങ്സ് എഫക്ട് ദി ഷുഗർ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഡയറ്ററി പാറ്റേൺ ചേഞ്ച് എന്ന് പറഞ്ഞാലോ, ഇപ്പൊ എല്ലാവരും ഷുഗർലെസ് ടീ അല്ലേ കുടിക്കുന്നത്, ഷുഗറിന്റെ പ്രൈസ് കുറയും, ഡിമാൻഡ് കുറയും കേട്ടോ. ഇവിടെ മാക്സിമം പോസിബിലിറ്റി ആണ് ഇവിടെ എടുക്കേണ്ടത് കേട്ടോ. മനസ്സിലായോ ഗൗതം? കാരണം ഡിമാൻഡ് ആൻഡ് സപ്ലൈനെ ഇമ്പാക്ട് ചെയ്യുന്ന എന്ത് കാര്യവും ബാധിക്കും. സാർ 1 ഓൾ അല്ലേ? നീ മനസ്സിലായില്ലോ, 1 AL അല്ലേ എന്നല്ലേ? AL എന്താ? മനസ്സിലായില്ല കേട്ടോ. വേറെ ആർക്കും മനസ്സിലാക്കിയോ? ഓളാണ് ഇത്ര ഓളാണ്. ഓക്കെ, ഒരാളെ കൺസെപ്ഷൻ ആണ്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. കുറെ പേര് ചെയ്യുമ്പോൾ എന്തായാലും ബാധിക്കും. അങ്ങനെ ശരി, ഓക്കെ, അങ്ങനെ ചിന്തിക്കാം. ഓക്കെ, ശരി. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്? ഓക്കെ, വായിച്ചോ, ക്വസ്റ്റ്യൻ വായിച്ചോ. എന്റെ ഡിമാൻഡ് കുറഞ്ഞല്ലോ, അങ്ങനെ. ഒരാളുടെ ആണെങ്കിൽ ലോങ് ടൈം ആകുമ്പോഴത്തേക്ക് അത് ഇമ്പാക്ട് ഉണ്ടാക്കും അല്ലേ സാർ? അതായത് ഒരാളെ ഒന്നും ചോദിക്കില്ല, ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ
ചോദിച്ചു എന്നേ ഉള്ളൂ. ഒരാളെന്ന് ബേസിക്കലി ഒരാളൊന്നും ചെയ്യുമ്പോൾ മാർക്കറ്റിൽ വലിയ ഇമ്പാക്ട് ഒന്നും വരില്ല. ഇത്ര വലിയ മാർക്കറ്റില്ല, സൈസ് കൂടുതലല്ലേ. ഇപ്പൊ 5 പേര് മാത്രമേ മാർക്കറ്റിലുള്ളൂ, ഞാൻ മാത്രം മേടിക്കുന്നില്ലാത്തതുകൊണ്ട് പ്രൈസ് മാറില്ല. പക്ഷെ ഒരു ട്രെൻഡ് വന്നാൽ ഡയറ്ററി പാറ്റേൺ ചേഞ്ച് എന്ന് ഞാൻ രണ്ടാമത് പറഞ്ഞ അതുകൊണ്ടാണ്. ഡയറ്ററി പാറ്റേൺ ചേഞ്ച് ആയി കഴിഞ്ഞാൽ സംഭവിക്കും. ഇപ്പൊ ചിക്കന്റെ വില കൂടുന്നില്ല, എന്തുകൊണ്ടാണ്? ആളുകൾ എല്ലാവരും ഷവായ കഴിക്കുന്നത്. ചിക്കന്റെ വില കൂടും. നിങ്ങൾക്ക് ചിക്കന്റെ വില കൂടിയോ കുറഞ്ഞോന്ന് അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യണം? എങ്ങനെയാ മനസ്സിലാവും നിങ്ങൾക്ക് ചിക്കന്റെ വില കൂടിയോ കുറഞ്ഞോന്ന്? ഷവായുടെ റേറ്റ് നോക്കാം. സാംസങ്ങിൽ പോയി നോക്കിയാൽ മതി. ആരോട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും 20% ഹൈക്ക്. ഈ നന്ദ എന്റെ എല്ലാ ചളിയിലും ചിരിക്കും, എന്നിട്ട് ഞാൻ ഇങ്ങനെ കൂടുതൽ ചളി പറയുകയും ചെയ്യും. തളർത്തി വിടണം ആദ്യം തന്നെ. വായിച്ചോ വായിച്ചു കഴിഞ്ഞോ? ഓക്കെ. ഗ്രീൻ വാഷിംഗ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ടേം ഗ്രീൻ വാഷിംഗ്? ഓക്കെ, അങ്ങനെ ടേം നമുക്ക് കിട്ടി. ഇനി സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിക്കാം. സ്റ്റേറ്റ്മെന്റ് എ, കൺവേയിങ് എ ഫാൾസ് ഇംപ്രഷൻ ദാറ്റ് എ കമ്പനീസ് പ്രൊഡക്ട്സ് ആർ എക്കോ ഫ്രണ്ട്ലി ആൻഡ് എൻവയോൺമെന്റലി സൗണ്ട്. ബി, non-inclusion of ecological environmental costs in annual financial statement of a country. C, ignoring the disastrous ecological consequence while undertaking infrastructure development. D, making mandatory provision for environmental cost in an government project or program. വായിച്ചോ? ഓക്കെ, എന്താണ് ആദ്യം ചെയ്യാൻ പോകുന്നത് നിങ്ങൾ? ഫസ്റ്റ് എന്ത് ചെയ്യും? ഫസ്റ്റ് എക്സ്പാൻഡ് ചെയ്യും. വെരി ഗുഡ്. എന്തിനെ എക്സ്പാൻഡ് ചെയ്തു? ഗ്രീൻ വാഷിങ്ങിനെ എക്സ്പാൻഡ് ചെയ്തു അല്ലെ? ഫസ്റ്റ് നമുക്കൊരു വേർഡ് കിട്ടി, ഗ്രീൻ വാഷിംഗ്. എന്തൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും? വാഷിംഗ് എന്തോ കഴുകിക്കളയാണ്, ഗ്രീൻ വാഷിംഗ്. അപ്പൊ പച്ച ഗ്രീനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും അല്ലേ ബേസിക്കലി. ഇനി ഗ്രീനുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബേസിക്കലി പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ, എന്താണ് ഈ ഗ്രീൻ എന്നുള്ളത് മനസ്സിലാക്കി റിലേറ്റ് ചെയ്യാനോ പ്രശ്നമുണ്ടെങ്കിൽ വെറുതെ എല്ലാ ഓപ്ഷനിലും പോയി നോക്കിയേ. എവറിത്തിങ് ഈസ് ടോക്കിംഗ് അബൌട്ട് എക്കോളജി. സോ ഇവിടുത്തെ ഗ്രീൻ എന്തായിരിക്കും? ബേസിക്കലി എക്കോളജിയുമായി ബന്ധപ്പെട്ട ഗ്രീൻ തന്നെയായിരിക്കും. സോ ഗ്രീൻ വാഷിംഗ്. പക്ഷെ എന്ത് ഗ്രീനാന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ഇവിടെ ഗ്രീൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഓപ്ഷനിലും എന്ത് തന്നെയാണ് പറയുന്നത്? ഗ്രീൻ തന്നെയാണ് പറയുന്നത്, എക്കോളജിയാണ് തന്നെ പറയുന്നത് അല്ലെ? സ്വാഭാവികമായിട്ട് ഇത് എന്ത് ഗ്രീൻ തന്നെയായിരിക്കും? എക്കോളജിക്കലി ബന്ധപ്പെടുന്ന എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി അങ്ങനെയുള്ള ഇതായിരിക്കും. ഇനി ഗ്രീൻ വാഷിംഗ് എന്നാണ് പറയുന്നത്. ഇത്രയും നമുക്ക് കിട്ടി. ഈ ഗ്രീൻ വാഷിംഗ് പോലെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വേറെ എന്തെങ്കിലും ടേം ഉണ്ടോ? വൈറ്റ് വാഷിംഗ്. ഓക്കെ, അതും കിട്ടി. വൈറ്റ് വാഷിംഗ് ചെയ്യുക എന്ന് നമ്മൾ പറയും. ഓക്കെ, വൈറ്റ് വാഷിംഗ് എന്നും കിട്ടി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടി അല്ലെ? ഇനി നെക്സ്റ്റ് ബ്രെയിൻ വാഷിംഗ്. ഓക്കെ, ബ്രെയിൻ വാഷിംഗും കിട്ടി. അതും വെരി ഗുഡ്. അങ്ങനെയും ചിന്തിക്കാം. 3 കിട്ടി. അപ്പൊ ഗ്രീൻ വാഷിംഗ്, വൈറ്റ് വാഷിംഗ്, ബ്രെയിൻ വാഷിംഗ്. അതിൽ ഗ്രീൻ വാഷിംഗ് എനിക്ക് അറിയില്ല. എന്താണ് വൈറ്റ് വാഷിംഗ്, എന്താണ് ബ്രെയിൻ വാഷിംഗ്? ഗ്രീൻ വാഷിംഗ് നമുക്കിപ്പോ ആദ്യമായിട്ട് കണ്ടു, നമുക്ക് അറിയില്ലല്ലോ. ഒരു മാനിപ്പുലേറ്റീവ് ബിഹേവിയർ അല്ലേ രണ്ടും? ഒരാൾ ബ്രെയിൻ വാഷ് ചെയ്യാന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള സാധനം ഇല്ലാത്തതായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് അയാളെ മാറ്റിയെടുക്കുക. വൈറ്റ് വാഷിംഗ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി മാനിപ്പുലേറ്റീവ് ബിഹേവിയർ ആണ് അല്ലെ? നമ്മൾ എന്ത് ചെയ്യുന്നു? ഇല്ലാത്തൊരു സാധനത്തിന് വെറുതെ ഉണ്ട് എന്ന് പറഞ്ഞ് പൊള്ളയായിട്ട് കാണിക്കുക. രണ്ടുമാണ്. ഇതിനകത്ത് ഏതാണ് മാനിപ്പുലേറ്റീവ് ബിഹേവിയർ? ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാം? എലിമിനേറ്റ് ചെയ്ത് പോയി. ഏറ്റവും വേഴ്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുത്ത് കളഞ്ഞ ആദ്യം. ഏറ്റവും ആദ്യം ഏതെടുത്ത് കളയും? Making mandatory provision for environmental cost in a government project. Exactly.
മേക്കിംഗ് മാൻഡേറ്ററി ഒന്ന് ഒരു പ്രോസസ്സാണ് പറയുന്നത്. ഇറ്റ്സ് ഒരു ലോ പോലെയാണ് പറയുന്നത് അല്ലെ. മേക്കിംഗ് മാൻഡേറ്ററി പ്രൊവിഷൻ ഫോർ എൻവയോൺമെന്റൽ കോസ്റ്റ് ആൻഡ് ഗവൺമെന്റ് പ്രൊജക്ട് ആദ്യം തന്നെ എടുത്തു കളഞ്ഞു. ദെൻ ABC ആർ ലെഫ്റ്റ്. സി പറയുന്നു ഇഗ്നോറിംഗ് ദ ഡിസാസ്റ്റർ എക്കോളജിക്കൽ കോൺസിക്വൻസ്. ഇഗ്നോർ ചെയ്യുന്നു. ഇവിടെ വാഷ് ചെയ്യുന്നോ മാറ്റുന്നോ എന്നതിനെ പറ്റി ഒന്നും പറയുന്നില്ല. ജസ്റ്റ് ഡിസാസ്റ്റർ ഇഗ്നോർ ചെയ്യുന്നു. യു ബിക്കം മയോപിക്, അത്രേ ഉള്ളൂ. ഇനി എ ഉണ്ട് ബി ഉണ്ട്. 50-50. ബി എന്തുകൊണ്ടാണ്? ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റാന്ന് നിങ്ങൾക്ക് അറിയാം. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുന്നു? നോൺ ഇൻക്ലൂഷൻ ഓഫ് എക്കോളജിക്കൽ ആൻഡ് എൻവയോൺമെന്റൽ കോസ്റ്റ് ഇല്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിലും ഏത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലാണ് എക്കോളജിക്കൽ കോസ്റ്റ് കൊടുക്കുക? അത് പൈസ എത്ര സ്പെൻഡ് ചെയ്യണം എത്ര സ്പെൻഡ് ചെയ്യണ്ടെന്നല്ല പറയുന്നുള്ളൂ. ബഡ്ജറ്റിൽ നമ്മൾ ബേസിക്കലി എക്കോളജിക്കൽ കോസ്റ്റിനെ പറ്റി സംസാരിക്കാറില്ല, ഫിനാൻസ് രീതി മാത്രമല്ലേ ഉള്ളൂ. അവിടെയും ഇനി എന്തുമില്ല, ഒരു സാധനത്തിനെ പറ്റിക്കുന്ന സാധനമായിട്ട് എവിടെയും കാണുന്നില്ല, ഇൻക്ലൂസ് ചെയ്യുന്നില്ല എന്നേ പറയുന്നുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനകത്ത് എൻവയോൺമെന്റ് ഇല്ല അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഫാക്ടർ ഇല്ല എന്നല്ലേ പറയുന്നുള്ളൂ. ആരെങ്കിലും പറ്റിക്കുന്നതായിട്ടോ വൈറ്റ് വാഷ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ ബ്രെയിൻ വാഷ് ചെയ്യുന്നതായിട്ടോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സോ ഗ്രീൻ വാഷിംഗ് ഈസ് എ കൺവേയിങ് എ ഫാൾസ് ഇംപ്രഷൻ ദാറ്റ് ദ കമ്പനീസ് പ്രൊഡക്റ്റ് ആർ എക്കോളജിക്കലി എൻവയോൺമെന്റലി സൗണ്ട്. എയിലേക്ക് എത്തിക്കൂടെ? സി ആയിട്ട് എത്തിക്കൂടെ? ഈസി ആയിട്ട് എത്തിക്കൂടെ? അച്ഛാ, ക്ലിയർ ആണല്ലോ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. ഇതൊക്കെ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ വരുമ്പോൾ നമ്മൾ പഠിച്ചു വെക്കും. കണ്ട, നന്ദയൊക്കെ ആദ്യം തന്നെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്, ഡാഡി ഇടപെടരുത്. ഓക്കെ, ഏതിനായിരിക്കും ഇത് ഈസി ആയിട്ട് ചെയ്തൂടെ? ഏതാദ്യം നിങ്ങൾ ഏത് ഒഴിവാക്കും? ഫസ്റ്റ് ഏത് ഒഴിവാക്കും? $25 ഒഴിവാക്കും. ഓക്കെ, റിലീജിയൻ ആണ്, ഒഴിവാക്കി. പിന്നെ 29 ഒഴിവാക്കി. മൈനോറിറ്റി റൈറ്റ്സിനെ പറ്റിയിട്ട് നമ്മൾ 29 പറ്റി നമ്മൾ സംസാരിക്കുന്നില്ല. ഇനി 19 ഉണ്ട്, 21 ഉണ്ട്. 19 ശരിയാണെന്ന് പറയുന്നവരൊക്കെ തംസ്. 19 ആണല്ലോ ശരി. 19 ശരിയാണെന്ന് പറയുന്നവരൊക്കെ തംസപ്പ് തന്നെ. ആരുമില്ല, ഞാനാ തെറ്റ്. ഓക്കെ, 21 ശരിയാന്ന് പറയുന്നവരൊക്കെ പറഞ്ഞേ. എല്ലാവർക്കും അറിയാം. കല്യാണത്തെ പറ്റി പറയുന്നതോട് കൂടിയിട്ട് എല്ലാവർക്കും എല്ലാം അറിയാം. ഓക്കെ, ഏതാ കേസ്? കേസ് ഏതാ? അതൊന്നും അറിയില്ല അല്ലെ. ഹാദിയ കേസ് അല്ലെങ്കിൽ ഷെയ്ൻ ഷാജാൻ കേസ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇതൊന്ന് വായിച്ചു നോക്കിക്കേ. വിത്ത് റെഫറൻസ് ടു ലാൻഡ് റിഫോംസ് വായിച്ചു നോക്കിയേ, ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു കഴിഞ്ഞോ? എന്താണെന്ന് ആലോചിക്കുക. ക്ലബ് ചെയ്യാൻ പറ്റുമോ നോക്കുക, ഓഡ് വൺ ഉണ്ടോ നോക്കുക, കോൺട്രാഡിക്ടറി ഉണ്ടോ നോക്കുക, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക, സേഫ് ബെറ്റ് എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ആ കോണ്ടെക്സ്റ്റുമായിട്ട് ആലോചിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ആലോചിക്കുക. വായിച്ചു കഴിഞ്ഞല്ലോ? Okay. Question: with reference to land reforms in independent India, which one of the following statement is correct? എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഒന്ന് നമുക്കറിയാം ലാൻഡ് റിഫോംസിനെ പറ്റിയാണ്, ഇൻഡിപെൻഡന്റ് ഇന്ത്യയെ പറ്റിയാണ് പറയുന്നത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബേസിക്കലി ക്വസ്റ്റ്യന് ഉള്ളൂ, ബാക്കിയൊന്നും ആവശ്യമില്ല, പോയി. ഇനി ABCD എന്നാണ് ഓപ്ഷൻ. എ എന്താ പറയുന്നത്? സീലിംഗ് ലോസ് വെയർ എയിംഡ് അറ്റ് ഫാമിലി ഹോൾഡിംഗ് ആൻഡ് നോട്ട് ഇൻഡിവിജ്വൽ ഹോൾഡിംഗ്. ബി ദ മേജർ എയിം ഓഫ് ദ ലാൻഡ് റിഫോംസ് വാസ് പ്രൊവൈഡിംഗ് അഗ്രികൾച്ചർ ലാൻഡ് ടു ഓൾ ദി ലാൻഡ്ലെസ്. സി it resulted in cultivation of cash crops as a predominant form of cultivation. D land reforms permitted no exception to the land ceiling. നമുക്കറിയാം എന്തായാലും ഓട് വൺ ഔട്ട് ആണ് ബേസിക്കലി ഉത്തരം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾ ആദ്യം ഏതിനെടുത്ത് കളയും. ഇനി നിങ്ങൾക്ക് ഒന്നും ആലോചിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇന്നത്തെ ഇന്ത്യ ആയിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമ്പയർ ചെയ്യാം. ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആണല്ലോ, ആദ്യം ഏത് എടുത്ത് കളയും?
ഗൗതം ബി പറയുന്നു. ആദ്യം ബി എടുത്ത് കളയോ? ഓക്കെ. ഒബ്ജക്റ്റീവ് എന്താ? മേജർ ഗൗതമിന്റെ മേജർ ഒബ്ജക്റ്റീവ് എന്താ? ഗൗതമിന്റെ ലാൻഡ് റിഫോംസിന്റെ മേജർ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? സി പറയുന്നവരുണ്ട്. പിന്നെ ലാൻഡ് റിഫോംസ് ഇതിനകത്ത് ഏറ്റവും എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് പറയോ? നമ്മൾ ഓരോന്നോരോന്ന് നോക്കിക്കേ. എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ഏതാ? ഏറ്റവും എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ഏതാ? ലാൻഡ്ലെസ് സൊസൈറ്റിയാ? തെരുവുകളിലേക്ക് ഇറങ്ങണം എന്നാണ് പറയുന്നത് ഒബ്ജക്റ്റീവ്. ഓക്കെ. അല്ല, ലാൻഡ് റിഫോംസ് കൊണ്ടുവരികയും ലാൻഡ് ഇല്ലാത്തവർക്ക് കൊടുക്കാന്നുള്ളതായിരുന്നു പറയുന്നത്. ലാൻഡ്ലെസ് സൊസൈറ്റി. വെരി ഗുഡ്. ഓക്കെ. ഡി എന്താണ്? ബേസിക്കലി ഡി നോക്കിയേ. ലാൻഡ് റിഫോം പെർമിറ്റഡ്, നോ എക്സംഷൻ ടു ദ ലാൻഡ് സീലിംഗ്. ലാൻഡ് റിഫോംസ് സക്സസ് ആയിരുന്നോ അല്ലയോ? അതിനെപ്പറ്റി അറിയോ? സക്സസ് ആയിരുന്നില്ല. ഓക്കെ. ഇനി നോക്കിക്കേ. ലാൻഡ് റിഫോംസ് പെർമിറ്റഡ്, നോ എക്സംഷൻ ടു ദ സീലിംഗ് ലിമിറ്റ്. ശരിയായിരിക്കോ തെറ്റായിരിക്കോ? നോ എക്സെപ്ഷൻ ടു ദ സീലിംഗ് ലിമിറ്റ്. ഒരു എക്സെപ്ഷനും ഇല്ല. തെറ്റായിരിക്കും. പോയി വേസ്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ നോക്കി ആദ്യം എലിമിനേറ്റ് ചെയ്യുക. ഇതിനകത്തുള്ള എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഫ്ലാഗിംഗ് സ്റ്റേറ്റ്മെന്റ് ആക്കി എടുത്തേ. എന്നിട്ട് ആ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റിനൊക്കെ ആദ്യം ഒഴിവാക്കി നോക്കിക്കേ. ഓക്കെ. ഇറ്റ് റിസൾട്ടഡ് ഇൻ കൾട്ടിവേഷൻ ഓഫ് ക്യാഷ് ക്രോപ്സ് ആസ് എ പ്രീഡോമിനന്റ് ഫോം ഓഫ് കൾട്ടിവേഷൻ. ഏറ്റവും കൂടുതൽ ക്യാഷ് ക്രോപ്പ് ആണോ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത്, അതോ ക്യാഷ് ക്രോപ്പ് അല്ലേ? ഏറ്റവും കൂടുതൽ എന്താ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ? ഫുഡ്. ഓക്കെ. അപ്പൊ റൈസ്, വീറ്റ് അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും ക്യാഷ് ക്രോപ്പ് ആണോ ഇന്ത്യയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉള്ളത്? അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇറ്റ് റിസൾട്ടഡ് ഇൻ എന്നാ പറഞ്ഞത്. അതായത് ക്യാഷ് ക്രോപ്പ് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ല. ഇന്നത്തെ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാഷ് ക്രോപ്പ് അല്ല നമുക്ക് ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ്. റിസൾട്ടഡ് ഇൻ കൾട്ടിവേഷൻ ഓഫ് ക്യാഷ് ക്രോപ്പ് ആസ് എ പ്രീഡോമിനന്റ് ഫോം ഓഫ് കൾട്ടിവേഷൻ. ക്യാഷ് ക്രോപ്പ് നമുക്കറിയാം. ടൊബാക്കോ, റബ്ബർ, കൊക്കോ, കൊമേഴ്ഷ്യൽ ക്രോപ്സ് ഒക്കെ നമ്മൾ ക്യാഷ് ക്രോപ്സ് ആയിട്ട് പറയാം. അപ്പൊ സ്വാഭാവികമായിട്ടും അല്ല. വെട്ടി നമ്മളെ സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് ആണ്. The ceiling was were aimed at family holding, not individual holding എന്നാ പറഞ്ഞത്. ഫാമിലി ഹോൾഡിങ്ങിനാണ് സീലിംഗ്, ഇൻഡിവിജ്വൽ ഹോൾഡിങ്ങിന് സീലിംഗ് ഇല്ല. അഗെയിൻ നോട്ട് ഇൻഡിവിജ്വൽ ഹോൾഡിംഗ്. എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഫ്ലാഗ് ഇവിടെ വന്നു. ഇന്നും ചെക്ക് ചെയ്ത് നോക്കിക്കേ. ഞാൻ ഇൻഡിവിജ്വൽ ഹോൾഡിങ്ങിന് എന്ത് ചെയ്തിട്ടില്ല? സീലിംഗ് വെച്ചില്ല. ഫാമിലി ഹോൾഡിങ്ങിന് മാത്രമേ സീലിംഗ് വെച്ചുള്ളൂ. അങ്ങനെയാണെങ്കിൽ ലാൻഡ് റിഫോം നടക്കുമോ? നടക്കില്ലല്ലോ. തെറ്റായിരിക്കില്ലേ? കാരണം ഫോർ എക്സാമ്പിൾ അച്ഛനും അമ്മയും 2 മക്കളും. 2 മക്കൾക്കും 18 വയസ്സായി കഴിഞ്ഞാൽ രണ്ടുപേരും ഇൻഡിവിജ്വൽ ആയി. ഇനി എനിക്ക് 100 ഏക്കർ ലാൻഡ് ഉണ്ട്. ഒരു 20 ഏക്കർ ഇവിടെ സീലിംഗ് ഇല്ല, ഇവിടെ സീലിംഗ്. ഇതാണ് ഫാമിലി. ഇത് രണ്ടും ഫാമിലിയിൽ നിന്ന് മാറി അല്ലേ? നിങ്ങൾ EWS സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കുമ്പോൾ ആരെ ഇൻകം നോക്കുക? നിങ്ങളുടെ ഇൻകം പ്രശ്നമാണോ? OBC നോക്കിക്കേ, നിങ്ങളുടെ ഇൻകം പ്രശ്നമാണോ? ഫാമിലി ഇൻകം എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. മേജർ റിഫോംസ് എന്തായിരുന്നു? ലാൻഡ് ടു ലാൻഡ്ലെസ്സിന് കൊടുക്കുക എന്നുള്ള ലാൻഡ് റിഫോമിന്റെ മേജർ റിഫോം. അതെങ്ങനെ ബി ആദ്യം എലിമിനേറ്റ് ചെയ്തേ? ആരൊക്കെയാ ബി എലിമിനേറ്റ് ചെയ്തേ? ഗൗതം, മഞ്ജു, ആലിയ. ലാൻഡ് ഇല്ലാത്തവർക്ക് കൊടുക്കുക എന്നുള്ളതല്ലേ? അത് നടന്നില്ല എന്നുള്ളതല്ല, കൊടുക്കുക എന്നുള്ളതായിരിക്കുമല്ലോ അതിന്റെ റിഫോമിന്റെ ഒബ്ജക്റ്റീവ്. പക്ഷെ എന്ത് ചെയ്യണം? ആദ്യം തന്നെ പോയിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞു വേസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തുടങ്ങണം. വേസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ബെസ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാ. ഫസ്റ്റ് തന്നെ പോയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എലിമിനേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഉത്തരം തന്നെയായിരിക്കും. അടുത്ത നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു ചോദ്യമാണ് അല്ലെ? ഇത് ഈസി ആയിട്ട് ഇത് എല്ലാവരും ചെയ്യുവേ. പോളിസ്റ്റിക് ക്വസ്റ്റ്യൻ. വായിച്ചു കഴിഞ്ഞോ? മുരിങ്ങ കാണാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. വീടുകളിലൊക്കെ ചില അല്ലെ പൊതുവെ മുരിങ്ങയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇന്നത്തെ സൊസൈറ്റി വെച്ച് നോക്കി ലാൻഡ് റിഫോംസ് ഇന്നത്തെ സൊസൈറ്റി ഉദ്ദേശിച്ച ക്രാഷ് ക്രോപ്പ് ഒക്കെ വെച്ചാൽ ആലോചിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ലാൻഡ്ലെസ് കണ്ടപ്പം എലിമിനേറ്റ് ചെയ്തു. ഓൾ ലാൻഡ് അതായിരുന്നു ഒബ്ജക്റ്റീവ്. ഓൾ ലാൻഡ്ലെസ് എന്ന് പറഞ്ഞ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് അല്ല,
അത് ഒബ്ജക്റ്റീവ് അത് തന്നെയായിരുന്നു. അത് വെച്ച് അദ്ദേഹം പറഞ്ഞ കോൺടെക്സ്റ്റ് വെച്ച് എന്ത് ചെയ്യണം, ചിന്തിക്കണം കേട്ടോ. സോ മുരിങ്ങ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മുരിങ്ങ ഡ്രംസ്റ്റിക് ട്രീ ഈസ് എ ലെഗുമിനിയസ് എവർഗ്രീൻ ട്രീ എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് tamarind tree is endemic to South Asia. In India, most of the tamarind is collected as a minor forest produce. India export tamarind and seeds of moringa. Seeds of moringa and tamarind can be used in the production of biofuels. ഓക്കെ, ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾക്ക് പോസിബിൾ ആക്കി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ക്ലബ് ചെയ്യാൻ പറ്റും? ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ ക്ലബ് ചെയ്യാൻ പറ്റുമോ? ഏതൊക്കെ കോൺട്രാഡിക്ടറി ഉണ്ട് ഒന്ന് നോക്കിക്കേ. 5 and 4 5ഉം ക്ലബ് ചെയ്യാന്ന് പറയുന്നു. ഓക്കെ, 4ഉം 5ഉം ഓപ്ഷൻ നോക്കുമ്പോ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് എത്രണ്ണം കറക്റ്റ് ആണ്? 3 കറക്റ്റ് ആണ്. 2 ക്ലബ് ചെയ്യാൻ നമുക്ക് മനസ്സിലായി. ഓക്കെ, 4 and 5 പോസിബിൾ ആണ്. ഇറ്റ് ഈസ് എന്താണ് ഇന്ത്യ എക്സ്പോർട്ട് ടെർമറിഡ് സീഡ്സ് അല്ലെ? ആരെ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഇപ്പൊ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ബയോഫ്യൂവലിന് ക്യാൻ ബി പോസിബിൾ ടു എന്നാ പറയുന്നത്. പോസിബിൾ ആണ്, ക്യാൻ ബി യൂസ്ഡ്. ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടോ? ഇല്ല, ക്യാൻ ബി യൂസ്ഡ്, ചെയ്യാൻ പറ്റാവുന്നതാണ്. ഓക്കെ, രണ്ടും പോസിബിൾ ആണ്, എടുത്തു. മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആയിട്ടാണ് ഇതൊക്കെ കളക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നു. എന്താണ് മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്? കാട്ടിൽ നിന്ന് പോയിട്ട് ട്രൈബൽസ് എടുത്തുകൊണ്ട് വരുന്നത് അല്ലെ? സ്വാഭാവികമായിട്ടും കാട്ടിൽ പുളിയും മുരിങ്ങയൊക്കെ ഉണ്ട്, ട്രൈബൽസ് കൊണ്ടുവന്ന് വിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ല? ഇപ്പം കാട്ടിന്റെ അടുത്തുകൂടെ പോയി കഴിഞ്ഞാൽ കാട്ടിന്റെ അടുത്ത് നെല്ലിക്ക വിൽക്കുന്ന കണ്ടില്ല നിങ്ങൾ? അതുപോലെ പുളി ഒക്കെ ഇങ്ങനെ കവറിലൊക്കെ ആക്കി ട്രൈബൽസ് റോഡ് സൈഡിലൊക്കെ വിൽക്കുന്ന കണ്ടിട്ടില്ല നിങ്ങൾ? ഇനി അത് കണ്ടിട്ടില്ലെങ്കിലും മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് അല്ലേ? അല്ലേ? 3ഉം ശരിയാവാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാവോ? 3, 4, 5 ശരിയാവും. 3, 4, 5 വരുന്ന ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? 3, 4 ഇല്ല, 3, 4, 5 ഇല്ല, 3, 4, 5 ഇല്ല. എങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ലാന്ന് തന്നെ കഴിഞ്ഞാൽ മുരിങ്ങ ലിഗ്മിനസ് ആണോ? ലിഗ്മിനസ് പ്ലാന്റ്സ് ഏതൊക്കെയാണ്? ബേസിക്കലി ഈ പയർവർഗ്ഗങ്ങളല്ലേ? മുരിങ്ങ വലിയൊരു മരല്ലേ അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആദ്യം തന്നെ ഉത്തരം കിട്ടും. വേറെ ഒന്നും അറിയണ്ട. മലയാളികൾക്ക് ഭയങ്കര ഉത്തരം കിട്ടാൻ ഭയങ്കര ഈസിയാണ്. കാരണം മുരിങ്ങ മരം കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവില്ലേ പയർവർഗ്ഗങ്ങളാണ് ബേസിക്കലി ലിഗ്നസ് ആണെന്ന് പറഞ്ഞ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്താൽ മതി. ഇനി അത് അറിയില്ല, മുരിങ്ങ കഴിക്കാത്തവർ, പ്യുവർലി നോൺ വെജിറ്റേറിയൻ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം കിട്ടും. ഓക്കെ, ആൻഡ് എൻഡമിക് ടു സൗത്ത് ഏഷ്യ എന്ന് പറയുന്നത് ശരിയാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. ഓക്കെ, ക്ലിയർ. സോ ബേസിക്കലി ഇനി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്താ ചെയ്യാം? ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, നമുക്ക് ചെയ്യാം. ഓക്കെ, സോ എനിവേ ടൈം എത്തായ സ്ഥിതിക്ക് ഇന്ന് നമ്മൾ ലാസ്റ്റ് സെഷൻ ഓഫ് സീക്രട്ട് മൗണ്ടൻ ആയിരുന്നു. ഓക്കെ, സോ ഹൗ വാസ് ദി ലാസ്റ്റ് 10 ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ഈ ലാസ്റ്റ് 10 days ഇപ്പൊ എല്ലാരും ഇത് മാത്രമേ പറയുള്ളൂ, ഒബ്സർവേഷൻ. ഓക്കെ, സോ ലാസ്റ്റ് ഇപ്പൊ ബേസിക്കലി നമ്മളൊരു മ്യൂസിക് ഷോ ഒക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ മ്യൂസിക് തീരുന്നതിന് സമയത്ത് ഈ ഓരോ ഡ്രംസിൽ അങ്ങനെ ഓരോരുത്തരെ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ലേ? സോ അതുപോലെ റൈസപ്പിന്റെ ടീമിനെ ഞാൻ ഒന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, സിൻസ് ഇറ്റ്സ് എ ലാസ്റ്റ് സെഷൻ ഓഫ് സീക്രട്ട് മൗണ്ടൻ. സോ ബേസിക്കലി രാജ്കുമാർ സാർ ആൻഡ് ബേസിക്കലി ജിസ്ലിൻ, ക്യാമറ ഓൺ ചെയ്യാവോ? സോ റൈസപ്പിലേക്ക് ബേസിക്കലി റൈസപ്പ് എന്ന് പറഞ്ഞ സാധനം പോസിബിൾ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ എലിമിനേഷൻ ടെക്നിക്സ് ആയിട്ട് ഇറ്റ്സ് വെരി കോമൺ. ആസ് ഐ സെഡ് ഇൻ ദ ഫസ്റ്റ് സെക്ഷൻ ഇറ്റ് സെൽഫ്, എലിമിനേഷൻ ടെക്നിക്ക് ചെയ്യുക അല്ലെങ്കിൽ എലിമിനേഷൻ ടെക്നിക്സ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ബേസിക്കലി വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാലും യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സെഷൻസ് കാണാൻ പറ്റും. പക്ഷെ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധനം ചെയ്യണം എന്ന് ആലോചിച്ചപ്പോഴാണ് സീക്രട്ട് മൗണ്ടന്റെ ഒരു ഐഡിയയിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പൊ ഈ സീക്രട്ട് മൗണ്ടന്റെ ഒരു ഐഡിയയിലേക്ക് വരുമ്പം ഇറ്റ് ഈസ് ആക്ച്വലി ഓരോ സെഷൻസ് ആയിട്ട് ഓരോ ടെക്നിക്കുകളിലേക്ക് ഓരോ സെഷനിലേക്ക് ക്വസ്റ്റ്യൻസിനെ നമുക്ക് കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനൊരു പെഡഗോഗി ആക്കി മാറ്റേണ്ടതുണ്ട്. പിന്നെ അതിലൊക്കെ ഉപരി നമ്മുടെ ഏറ്റവും വലിയൊരു ഒബ്ജക്റ്റീവ് നമ്മൾ നോക്കുന്നത് ബേസിക്കലി സീക്രട്ട് മൗണ്ടൻ എന്ന് പറയുന്നത് വെറും ഒരു എലിമിനേഷൻ ടെക്നിക്സുകൾ നമ്മളിവിടെ ഫാക്കൽറ്റീസ് വന്ന് അല്ലെങ്കിൽ ഒരാൾ വന്നിട്ട് ഒരു സീക്രട്ട് മൗണ്ടനിൽ ഒരു സാധനം എലിമിനേറ്റ് ചെയ്ത് കാണിക്കുന്നതാണോ?
അതോ നിങ്ങളെ എലിമിനേഷൻ കേപ്പബിൾ ആക്കുന്നതാണോ എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പൊ റൈസപ്പിലെ ഓരോ പ്രോഗ്രാംസും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാ പ്രോഗ്രാംസും ലോ കോസ്റ്റ് പ്രോഗ്രാംസ് ആണ്. ഒരു പ്രോഗ്രാംസിലും നമ്മൾ വലിയൊരു ഫീ കളക്ഷനിലേക്ക് പോയിട്ടില്ല. മാർക്കറ്റിൽ എന്താണോ അവൈലബിൾ ആകുന്നത് അതിനെക്കാട്ടും ഏറ്റവും കുറഞ്ഞ ഫീസിലായിരിക്കും റൈസപ്പിൽ എല്ലാ പ്രോഗ്രാംസും പോയിട്ടുണ്ടായിട്ടുണ്ടാവും. അത് മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ സിവിൽ സർവീസിന്റെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോവുക എന്നുള്ളതാണ് ബേസിക്കലി റൈസപ്പിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ 10 days ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ റൈസപ്പ് ഒരു സീക്രട്ട് മൗണ്ടന്റെ പ്രോഗ്രാമിന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോഗ്രാം തീരുന്നതോടുകൂടി നിങ്ങൾ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു 6th സെക്ഷൻ എത്തുമ്പോഴേക്കും കൂടി നിങ്ങൾ സെൽഫ് കേപ്പബിൾ ആവണം, സെൽഫ് എംപവേർഡ് ആവണം ഈ പ്രോഗ്രാമിൽ. ഓക്കെ, അതായത് സ്വയം നിങ്ങൾക്ക് ഞങ്ങളില്ലാതെ നിങ്ങൾക്ക് സ്വയം ഇത് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ആ ഒബ്ജക്റ്റീവ് ഞങ്ങൾ അച്ചീവ് ചെയ്തു എന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ? നിങ്ങളുടെ റെസ്പോൺസ് എന്താണ്? ആർ യു ഏബിൾ ടു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്, ഓർ ആർ യു ഏബിൾ ടു സ്റ്റാർട്ട് അപ്ലൈയിങ് യുവർ സെൽഫ് ടു ദ ക്വസ്റ്റ്യൻസ്? ഓക്കെ, അപ്പം മുന്നേ നമ്മൾ സംസാരിച്ചപ്പോഴൊക്കെ ബേസിക്കലി എല്ലാവരും പറഞ്ഞു, നിങ്ങളെ ക്വസ്റ്റ്യൻസിലും മറ്റു കാര്യങ്ങളിലൊക്കെ നിങ്ങൾ അപ്രോച്ച് ചെയ്ത് തുടങ്ങുന്നുണ്ട്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. അപ്പം അതിൽ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം വൈ ഐ എം ഇൻട്രൊഡ്യൂസിങ് ദിസ് ടീം ബിക്കോസ് ഓഫ് ഇറ്റ് ഈസ് എ ലോഡ് ഓഫ് ഹാർഡ് വർക്ക്. ഇത്രയും ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, 249 നമ്മൾ ഈ സീക്രട്ട് മൗണ്ടൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം കൊടുത്തത്. നിങ്ങൾ സെഷന്റെ അവറും സെഷന്റെ ഇത്രയും ഒരു 10 ദിവസത്തെ 1.5 മണിക്കൂർ വെച്ച് സെഷൻ കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് അറിയാം, ഇറ്റ്സ് നോട്ട് എക്കണോമിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു സെഷൻ അല്ല, എക്കണോമിക്കലി ഒട്ടും ഫീസിബിൾ അല്ല. പക്ഷേ ഇതിന്റെ ഒബ്ജക്റ്റീവ് മോർ ദാൻ എക്കണോമിക്കലാണ്. അതുകൊണ്ടാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഇത്രയും ലോ കോസ്റ്റിൽ ഇത്രയും പ്രോഗ്രാംസ്, ഇത്രയും ക്വാളിറ്റി ഞങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും ചെയ്തത്. ഇത് പോസിബിൾ ആവാനൊരു കാര്യം, ഇപ്പൊ ജിസ്ലിനുണ്ട്, രാജ്കുമാർ ഉണ്ട്, ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്ത് നോക്കാന്നുള്ള കോൺഫിഡൻസ് വരുന്നുണ്ട് സാർ. ഓക്കെ, വെരി ഗുഡ്. വി ആർ വെരി താങ്ക്ഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ റിവ്യൂസ്. കാരണം നിങ്ങൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ പറയുമ്പോഴാണ് ആക്ച്വലി നമ്മൾ റൈറ്റ് ഡയറക്ഷനിലൂടെയാണ് പോകുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഇത് ബേസിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, റൈസപ്പിലെ ബേസിക്കലി ഒരുപാട് പേര് വീണ്ടും സീക്രട്ട് മൗണ്ടൻസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒരു അഡ്മിഷൻ ശരിക്കും ഒരു 3-4 സെക്ഷൻ ആയപ്പോഴേക്കും ഞങ്ങൾ ക്ലോസ് ചെയ്തു. കാരണം ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വെറുതെ ഞങ്ങൾ പൈസ ഉണ്ടാക്കലോ, അല്ലെങ്കിൽ ഞങ്ങൾ കുറെ പേരെ അഡ്മിഷൻ എടുക്കലോ, അല്ലെങ്കിൽ ഇത് ചെയ്യില്ല. കാരണം ഇടയിൽ വന്ന് കയറിയതുകൊണ്ട് ഇതൊരു ഗുണമില്ലാന്ന് നിങ്ങൾക്കും അറിയാം. ഇപ്പൊ ഈ 10 സെക്ഷൻ അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം, ഇത് ഇടയിൽ വന്ന് കയറിയതുകൊണ്ട് ഗുണം ഉണ്ടാവുന്ന ഒരു സെക്ഷൻ അല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഞങ്ങൾ അഡ്മിഷൻ എടുത്തിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ അങ്ങനെ അഡ്മിഷൻ എടുക്കല് നിർത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ ഗ്രൂപ്പ് നോക്കി അറിയാം. പിന്നീടുള്ള അഡീഷൻ നമ്പർ ആളുകൾ കയറ്റുന്നേ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ. അപ്പൊ ബേസിക്കലി അത് അങ്ങനെ നിർത്താൻ കാരണം ഇതിന്റെ ഒബ്ജക്റ്റീവ് നിങ്ങളിലേക്ക് എത്തണം എന്നുള്ളതാണ്. ആ ഒബ്ജക്റ്റീവ് നിങ്ങളിലേക്ക് എത്തി എന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ സാധ്യമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തും ഫെലോ ആസ്പിരൻസിന്റെ അടുത്തും സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ റൈസപ്പിനെ റെക്കമെൻഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ബേസിക്കലി നമ്മൾ വലിയൊരു അഡ്വർടൈസ്മെന്റ് പാക്കേജ് ഒന്നും വെച്ച് അങ്ങനെ ചെയ്യുന്നതല്ല. അപ്പം മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മാത്രമേ ഞങ്ങൾക്ക് കൂടുതൽ ആളുകൾ വരുന്നത്. അപ്പം നിങ്ങൾക്ക് സാധ്യമാവുമെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള ആളുകളിലൂടെയും പറയാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് ഡിസൈൻ ചെയ്ത് ഒരു പെഡഗോഗി ആക്കി ഇതിനകത്ത് മാറ്റാൻ പറ്റിയിട്ടുള്ളത്. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്നിട്ട് ബേസിക്കലി രാജ്കുമാർ സാറുണ്ട്, ജിസ്ലിനുണ്ട്, എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ബേസിക്കലി വി ആർ very much thankful to you guys. Thank you so much for participating this program. Thank you so much for making this program is one of the very successful program of Rise Up IAS. അപ്പം ഇത്ര അടിപൊളിയാക്കിയതിന് വളരെ നന്ദിയുണ്ട്. എപ്പോഴും ഞങ്ങളാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ സംസാരിക്കാം. ആർക്കെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ. ഹലോ സാർ, പറഞ്ഞു മേഘ. സാർ ഈ പ്രോഗ്രാം വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അത് എങ്ങനെയായിരുന്നു മുമ്പുണ്ടായിരുന്ന എൻ്റെ ടെക്നിക്സിൻ്റെ യൂസേജും ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻസിനോടുള്ള അപ്രോച്ചും ടോട്ടലി മാറിയിട്ടുണ്ട്. സോ വെരി താങ്ക് യു സാർ. ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഇനിയും റൈസപ്പ് കൊണ്ടുവരണമെന്നാണ് ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. സോ താങ്ക് യു സാർ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഷുവർ. താങ്ക് യു ഫോർ ദ എഫോർട്ട്. ഓക്കെ, യെസ് അർജുൻ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് കൂടി എത്തിക്കാനുള്ള. പറയൂ. എനിക്ക് സാറിനെ വർഷങ്ങളായിട്ട് അറിയാം. അപ്പോ നന്ദന ആരാന്നുള്ള ജസ്റ്റ് ഞാൻ നന്ദനെ ഒന്ന് പരിചയപ്പെടുത്തും. ഡോക്ടർ നന്ദ എന്ന് പറയുന്നത് 2014 15 അതായത് ഞാനൊരു ആസ്പിരന്റ് ആയിരിക്കുന്ന സമയത്ത് ബേസിക്കലി ഞാൻ അത്ര പ്രായമുള്ള ഒരാളല്ല, എന്നാലും ആ സമയത്ത്
പോലെയുള്ള ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത ഒരാളാണ് ബേസിക്കലി. അന്നത്തെ കാലത്തെ UPSCയുടെ ഇങ്ങനെ UPSC കേരള പോലെയുള്ള ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത ആളാണ് കേട്ടോ. അന്ന് +2 എന്തോ പഠിക്കാൻ തോന്നുന്നുണ്ട് അന്ന്. അല്ല, കോളേജ് ഫസ്റ്റ് ഇയർ ആയിരുന്നു 2015. അപ്പൊ നന്ദയ്ക്ക് നല്ല പ്രായമുണ്ട്. ഓക്കെ, 10 years കൂട്ടിയാണ്. അപ്പോ ഞാന് പരിചയപ്പെട്ടു. പക്ഷെ എനിക്ക് ഒരു മെന്റർ എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റിയത് ഈ ഒരു പ്ലാറ്റ്ഫോമിന് വന്നതിന് ശേഷമാണ്, സീക്രട്ട് മൗണ്ടൻ. എന്റെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ എടുത്തുചാട്ടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മിസ്സാക്കുന്നതും സ്കിപ്പ് ചെയ്യുന്നതും കൈൻഡ് ഓഫ് കൺഫ്യൂസിങ് അല്ലെങ്കിൽ കോൺഫിഡൻസ് കുറവ് വളരെയധികം എന്നെ ബാധിച്ചിരുന്നു. അപ്പം PVQ ഒക്കെ ചെയ്യുമ്പോഴും എനിക്ക് പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് മാർക്ക് കുറയുമ്പോൾ അതിന്റെ മോട്ടിവേഷനെയോ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഒരു അഗ്രവേഷൻ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു, കോൺഫിഡൻസിനെ ബാധിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് അപ്രോച്ച് ചെയ്തതിനു ശേഷം ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ്. ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, ട്രിക്സ് മനസ്സിലാക്കണം. ഈ പറഞ്ഞ പോലെ ഇപ്പം ഓൾഡി ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിന്റെ പിന്നിലും ചിലതും വേറെ ഉണ്ട്. സോ നമ്മുടെ തിങ്കിങ് പ്രോസസ്സ് കുറച്ചും കൂടി എലാബറേറ്റ് ആക്കി തന്നു. പിന്നെ നമുക്ക് ഒന്നും അറിഞ്ഞൂടെങ്കിലും 0 നോളജിലാണെങ്കിൽ പോലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. അതാണ് സത്യം. കാരണം ഓപ്ഷൻസ് തന്നെ ഉണ്ട് ഹിൻഡ്. അതെ, നിങ്ങൾ എല്ലാവർക്കും അതാണ് ബേസിക്കലി പറഞ്ഞത്. ഐ വാണ്ടഡ് ഓൾ ദ സ്റ്റുഡൻസ് ഹു അറ്റൻഡഡ് സീക്രട്ട് മൗണ്ടൻ എസ്പെഷ്യലി നിങ്ങൾ എല്ലാവരും ക്ലിയർ ചെയ്യണം. ഇതാണ് മൈ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്. ക്ലിയർ ചെയ്യുന്ന നിങ്ങൾ എല്ലാവരും അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് വൺ തിങ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇതോടുകൂടി തീരുന്നില്ല. നമ്മൾ ഇതിനെ വാട്ട് ഈസ് മൈ ഐഡിയ ഈസ് ലൈക്ക്, അല്ലെങ്കിൽ അവരുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എക്സാമിനെ എന്ത് ചെയ്തു, ഒരു ഗെയിം ആക്കി മാറ്റി. ഇനി ഈ ഗെയിമിനെ എന്ത് ചെയ്യാണ്, അതായത് ഒരു എക്സാം അല്ലാതെ ഒരു ഗെയിം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്, ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ഒരു ഗെയിം പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്താ ചിന്തിക്കുക എന്നുള്ള രീതിയിൽ ഒരു ഗെയിം ആയിട്ട് ഇതിനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ആൻഡ് ദ പ്രോസസ് ഈസ് നോട്ട് സ്റ്റോപ്പിംഗ് ഹിയർ. നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടുമുള്ള കണ്ടിന്യൂസ് പ്രാക്ടീസസ് ആണ്. അതായത് ഓരോ ദിവസവും ഇരുന്ന് ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് 30 days എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ ചെയ്യണം. എന്നിട്ട് ഇതേപോലെ തന്നെ ചിന്തിക്കണം. അന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഇൻവൈബ്ഡ് ആവും. പിന്നെ നിങ്ങൾ എപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ചിന്തിക്കുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ബുക്കിലേക്ക് പോവുകയും ചെയ്തത്. ബുക്ക് ഞാൻ വായിക്കരുതെന്നല്ല, ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം തന്നെ ബുക്കിലേക്ക് പോകുന്ന തോട്ട്സ് കുറെ പേർക്കുള്ളതാണ്. ആ തോട്ട്സ് നമ്മൾ ഇതുവരെ ബ്രേക്ക് ചെയ്ത് കൊണ്ടുവന്ന അതാണ്. ആ തോട്ടിലേക്ക് വീണ്ടും തിരിച്ചു പോകരുത്. ആൻഡ് ഇൻ എനി കേസ് യു ഗൈസ് നീഡ് എനി സപ്പോർട്ട്. ഓക്കെ, എന്തെങ്കിലും രീതിയിൽ പ്രിലിംസ് വരുവാണ്, എന്തെങ്കിലും സപ്പോർട്ട് വേണം, ദാറ്റ് ടു മെന്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ അക്കാഡമിക് സൈഡിലുള്ള സപ്പോർട്ട്, എന്ത് രീതിയിലുള്ള സപ്പോർട്ട് ആണെങ്കിലും വാട്ട് എവർ പോസിബിൾ ഫ്രം അവർ സൈഡ്, ഫ്രം ദ റൈസപ്പ് സൈഡ്, വി ഓൾ 3 are there. ഓക്കെ, അതല്ലാതെ തന്നെ നമുക്ക് അഡീഷൻ ആയിട്ട് ബാക്കിയുള്ള ഫാക്കൽറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ വി ഹാവ് എ ബിഗ് ടീം ടു കോൺട്രിബ്യൂട്ട് ടു യുവർ സക്സസ്. അപ്പൊ അതിലേക്ക് എത്തുക എന്നുള്ളതാണ് ബേസിക്കലി നമ്മുടെ എല്ലാവരുടെ ഒബ്ജക്റ്റീവ്. അപ്പൊ എന്ത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് റൈസപ്പുമായിട്ട് അപ്രോച്ച് ചെയ്യാം. ഇറ്റ് ഷുഡ് ബി ലൈക്ക് വി ഓൾവേസ് വാണ്ടഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് ഓൾവേസ് വെൽക്കമിങ് ടു ദ പീപ്പിൾ ആൻഡ് ഇൻക്ലൂസീവ് ഓഫ് പീപ്പിൾ. എല്ലാ ആളുകൾക്കും എല്ലാ സമയത്തും ആക്സസ് ആവുന്ന രീതിയിലായിരിക്കും റൈസപ്പിന്റെ ഒരു ഒബ്ജക്റ്റീവും വിഷനും അത് തന്നെയാണ്. ആൻഡ് ഡെമോക്രാറ്റൈസേഷൻ എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പം റൈസപ്പിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യണം എന്നുള്ളൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും നിങ്ങൾ ഇത് നിർത്തുകയാണ് അല്ലെങ്കിൽ 2 ദിവസം മോട്ടിവേഷനിൽ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ടോക്ക് ടു അസ്, കം ടു അസ്, വി വിൽ സിറ്റ് ആൻഡ് ടോക്ക്. ഓക്കെ, ഡോണ്ട് വറി, അതിനകത്ത് നമുക്ക് ചെയ്യാം. ഇനിയും പ്രിലിംസ് പാസ്സാകാനുള്ള അടിപൊളി സാധനങ്ങളൊക്കെ ആയിട്ട് ഇനിയും ഞങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അതും ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ദിസ് 10 days കണ്ടിന്യൂസ്ലി വിതൗട്ട് കറണ്ട് അഫയേഴ്സിന് മാത്രമായിട്ട് ക്ലാസ് വരുന്നുണ്ട്. നെക്സ്റ്റ് വീക്ക് തൊട്ട് കറണ്ട് അഫയേഴ്സിന് മാത്രമായിട്ടുള്ള സെഷൻസ് ഉണ്ട് കേട്ടോ. കറണ്ട് അഫയേഴ്സിന് മാത്രമായിട്ടും വേണം ജോയിൻ ചെയ്യാം. സോ അങ്ങനെയുള്ള സെഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം അതേപോലെ അതേപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് 30 days, ജസ്റ്റ് നോട്ട് ദിസ് പോയിന്റ്, ലാസ്റ്റ് 30 days ഒരു 40 days ആകുമ്പോൾ കോൺടാക്ട് അസ്. സോ വി വിൽ ബി ഹാവിങ് നമുക്കിപ്പം കംപ്ലീറ്റ്ലി ഒരു ഓൺലൈൻ അക്കാഡമിയാണ് നമ്മൾ. സോ വി ആർ ട്രൈങ് ടു മൂവ് ടു ഓഫ്ലൈൻ വിത്ത് ഓൾ യുവർ ബ്ലെസ്സിങ്സ് ആൻഡ് സപ്പോർട്ട്. നിങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത്. സോ വി ആർ ട്രൈങ് ടു മൂവ് ഇറ്റ് ഫോർ ദ ഓഫ്ലൈൻ അക്കാഡമി. കുറെ സ്ട്രഗിളിലൂടെയാണ് ബേസിക്കലി ലൈക്ക് 6-7 months ഉള്ള ഒരു സ്ട്രഗിൾ പീരീഡിലൂടെ ഫൈനലി വി ആർ ട്രൈങ് ടു, സ്ട്രഗിൾ തീരുന്നില്ല ബട്ട് സ്ട്രഗിൾ കണ്ടിന്യൂയിങ് ആണ്. ബട്ട് തിങ് ഇസ് ദാറ്റ് വി ആർ മൂവിങ് ടു ആൻ ഓഫ്ലൈൻ അക്കാഡമി നെക്സ്റ്റ് മന്ത്. സോ അതിനുശേഷം വി വിൽ ബി ഹാവിങ് എ സെഷൻസ് ലൈക്ക് ബേസ്ഡ് ഓൺ നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് വന്നിട്ട് ഓരോ മെന്റേഴ്സിന്റെയും കൂടെ നിങ്ങൾ ചെയ്യുന്നതിന്റെ കൂടെ മെന്റേഴ്സ് ഇരുന്ന് നിങ്ങളെ ചെയ്യിപ്പിക്കുന്ന സെഷൻസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ലാസ്റ്റ് 40 days. സോ ഇൻ ദാറ്റ് രാജ്കുമാർ സാർ വിൽ ബി ദർ ആൻഡ് ജിസ്ലിൻ മാം വിൽ ബി ദർ ആൻഡ് ഐ വിൽ ബി ദർ പേഴ്സണലി. സോ ഓൾ അതർ ഫാക്കൽറ്റീസ് ഓൾസോ വിൽ ബി ദർ. ആൻഡ് ഞങ്ങൾ ഗ്രൂപ്പുകളാക്കിയിട്ട് ചെറിയ ഗ്രൂപ്പുകളാക്കിയിട്ട് നിങ്ങൾ ഇരുത്തി ഓഫ്ലൈൻ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ കൊണ്ട് ഓരോന്ന് വായിപ്പിച്ച് അതിനകത്ത് ഓരോരുത്തരുടെയും ഈ തോട്ട് പ്രോസസ് ഒക്കെ അവിടെയും നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ലാസ്റ്റ് 40 days അഗെയിൻ ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിലേക്ക് അതിനകത്ത് പോകുന്നുണ്ടാവും. അതിന് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, കറക്റ്റ്
അക്കാഡമി തന്നെ വരണം. ഓൺലൈൻ അത് എഫക്റ്റീവ് ആവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് ബേസിക്കലി അവിടെ തന്നെ വന്നിട്ട് നമ്മൾ അവിടെ പ്രസന്റ് ചെയ്ത് നിങ്ങളെ മുന്നിൽ റിയൽ പേപ്പറിൽ നിങ്ങൾ ചെയ്യണം. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന ഒരു സെഷൻസ് കൂടിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മള് ലൊക്കേഷൻ നമ്മൾ സ്റ്റാച്യു, പാളയം സ്റ്റാച്യൂലാണ് വരുന്നത്. ഇപ്പൊ സ്റ്റാച്യൂല് സെൻട്രൽ, തിരുവനന്തപുരത്തെ സെൻട്രൽ ഇനി റൈസപ്പ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അവിടെയാണ് നമ്മൾ ഉണ്ടാവുക. അങ്ങോട്ട് വരണം. ഓക്കെ, അവിടെ വന്നിട്ട് നമുക്ക് അവിടുന്ന് ചെയ്യാം, അവിടുന്ന് നേരിട്ട് ചെയ്യാം. അപ്പം ഒരു 40 ദിവസം ഓൺലൈൻ സ്റ്റുഡൻസിന് വി വിൽ ഡു ഇറ്റ്, ഡോണ്ട് വറി. അർജുനൊക്കെ UK ആളാണ്, UK ആളുകളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുക. അപ്പൊ ഓൺലൈനിലും വി വിൽ ഡു ഇറ്റ്. TYQ സെഷൻസ് ഉണ്ടാവും, TYQ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ദാറ്റ്സ് വാട്ട് ഐ സെഡ്, ഇറ്റ് ഈസ് ആൻ ഇൻക്ലൂസീവ് അക്കാഡമി. വി വോണ്ട് നോ ഡിനൈ എനിവൺ ജസ്റ്റ് ബിക്കോസ് ഓഫ് സം അതർ റീസൺ. എല്ലാവരെയും ഉൾക്കൊള്ളിപ്പിച്ച് മാത്രമേ നമ്മൾ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പം അതുണ്ടാവും. ആൻഡ് thank you so much for making this a wonderful success, and if possible spread the word, എല്ലാവരിലേക്കും എത്തിക്കുക, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. കാരണം എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് വി നീഡ് ടു ഹാവ് അങ്ങനെ വേണം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ഓക്കെ, ഇത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് വേണം. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഓക്കെ, നിങ്ങൾ ചില ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യൻസ് ഒന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഈ ലിമിറ്റേഷൻ കൊണ്ടൊക്കെ വരാറുണ്ട്. പക്ഷെ മാക്സിമം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, മാക്സിമം എല്ലാവരും ഒപ്പീനിയൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ടൈമിന്റെ പല സാധനങ്ങളും ചെയ്യാതെ പറ്റിയിട്ടും ഉണ്ടാവാം. തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ. അപ്പൊ കാണാം അടുത്ത പ്രോഗ്രാമിൽ. താങ്ക് യു ഗൗതം, താങ്ക് യു അർജുൻ, താങ്ക് യു നന്ദ, താങ്ക് യു മേഘ, മഞ്ജു, അർജുൻ, ഓക്കെ, മായ. ഓക്കെ, ഇനി താങ്ക് യു പറയാത്ത എല്ലാവർക്കും വീണ്ടും താങ്ക് യു. താങ്ക് യു നന്ദ.